ഹരേ കൃഷ്ണ. സോ എല്ലാ ഭക്തരെയും നമ്മുടെ ഇന്നത്തെ ഈ ഗീതാ രഹസ്യം എന്ന ഭഗവത്ഗീതയുടെ ഓവർവ്യൂവിന്റെ 10ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ഓവർവ്യൂ എന്ന ഈ ഗീതാരഹസ്യം എന്ന ഈ സെഷനിലെ 10ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും നിങ്ങളുടെ വിലയേറിയ സമയം ഈ ഒരു കാര്യത്തിനായി നീക്കിവെച്ചതിൽ അത് സമയത്തിന്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉപയോഗമാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. നമ്മളുടെ സെഷൻ ആരംഭിക്കുകയാണ്. സോ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം അധ്യായം 10, വിഭൂതി യോഗം, ദ ഒപ്പുലൻസ് ഓഫ് ദ അബ്സലൂട്ട്. ഭഗവാന്റെ ഐശ്വര്യമായ കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഭഗവാന്റെ യഥാർത്ഥ എല്ലാത്തിൻ്റെയും പരമമായ വ്യക്തിയാണ് ഭഗവാൻ എന്ന തത്വത്തെ മനസ്സിലാക്കിക്കുന്ന ഒരു അധ്യായമാണ്. ഈ അധ്യായത്തിന് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഈ അധ്യായത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത 9ാമത്തെ അധ്യായം, അതിനെക്കുറിച്ച് 2 വാക്കുകൾ സംസാരിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദയവായിട്ട് ആരെങ്കിലും താല്പര്യമുള്ളവർ മുൻപോട്ട് വന്ന് സംസാരിക്കാൻ തയ്യാറായാലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞിട്ട് മതി. ഇന്നലെ പഠിച്ച ചാപ്റ്റർ 9 രാജയോഗം
കിങ് ഓഫ് നോളജ്. സ്വരൂപിച്ചു വെച്ച രഹസ്യം, അതാണ് ഇതിന്റെ ടോപ്പിക്. ഷെല്ലിൽ പേൾ പോലെയാണ്, അമൂല്യമുള്ള കാര്യമാണ് ഇതിലുള്ളത്. ഇതില് കിങ്, അതാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോളജ്, ഇൻകൺസീവബിൾ റിലേഷൻഷിപ്പ്, നോൺ വർഷിപ്പ്, ഗ്ലോറിയസ് ഓഫ് ഭക്തി. നോളജ്, ഭൗതിക മാലിന്യം കൊണ്ട് മുക്തരായ ഭക്തി സേവനത്തിന്റെ മഹത്വമാണ് ഇതിൽ പറയുന്നത്. ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചന, വന്ദനം, ദാസ്യം, പാദസേവനം, ഈ എല്ലാ വഴിയുടെ സേവനം ചെയ്യുക. ചെയ്തിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. അതാണ് നോളജ്. ഇൻകൺസീവബിൾ റിലേഷൻഷിപ്പ്, ഭഗവാൻ പ്രകൃതിയുടെ എല്ലാ ഭാഗത്തും ഉണ്ട്. പക്ഷെ ഭഗവാൻ സ്വതന്ത്രനാണ്. പ്രകൃതി ഭഗവാന്റെ അടുത്തും ഉണ്ട്. സൃഷ്ടി, സംഹാരം ഭഗവാൻ നടത്തുന്നു. പക്ഷെ ഭഗവാൻ ഭഗവാനെ ബന്ധിപ്പിക്കുന്നില്ല. അനന്യ ഭക്തി ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടും. ഭഗവാന്റെ അടുത്തേക്ക് അടുത്ത് ജീവിക്കാം നമുക്ക്, ഭഗവാന്റെ അടുത്ത്. പിന്നെ നോൺ വർഷിപ്പ്, മൂഢരായ മനുഷ്യൻ ശ്രദ്ധയില്ലാതെയും വിശ്വാസവും ഇല്ലാതെയും ഭഗവാനെ സേവനം ചെയ്ത ഒരു ഗുണവും ഇല്ല. ഭഗവാനെ വിശ്വാസത്തോടെ ശ്രദ്ധയോടുകൂടി പൂജ കഴിക്കണം. അതാണ് നോൺ വർഷിപ്പ്. പിന്നെ ഗ്ലോറിയസ് ഓഫ് ഭക്തി, ഭഗവാനെ ഭക്തി കൊണ്ട് നമ്മൾ എന്ത് സമർപ്പിച്ചാലും, എന്ത് ഉപഹാരമായിട്ട് സമർപ്പിച്ചാലും ഭഗവാൻ സ്വീകരിക്കും. പക്ഷെ ഭഗവാന് ഉപഹാരമായിട്ട് ഭക്തിയും സ്നേഹവും മതി. അറ്റ്ലീസ്റ്റ് ഭക്തി ഇല്ലെങ്കിലും സമർപ്പിത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്താലും ഭഗവാൻ സ്വീകരിക്കും. പരിത്യാഗമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇതാണ് ഇന്നലത്തെ ക്ലാസ്സിൽ സമീപിച്ചത്. വളരെ സന്തോഷം പുഷ്പമാതാജി. വളരെ ഭംഗിയായിട്ട് മാതാജി നമ്മുടെ ക്ലാസ്സിന്റെ കുറെ പോയിന്റുകൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഒന്ന് റിവൈസ് ചെയ്യാൻ സാധിച്ചു. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാനുണ്ടോ ഇന്നലെ നമ്മൾ പഠിച്ചതിൽ നിന്ന്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രുക്മിണി മാതാജി പറഞ്ഞു. നോൺ വർഷിപ്പിനെ കുറിച്ച് ഞാൻ എഴുതി ഒരെണ്ണം കൂടെ പറയാം പ്രഭു. മറ്റു ദേവന്മാരുടെ ഭക്തന്മാരെല്ലാവരും ഉപാസകരും ഭഗവാനെ തന്നെയാണ് ഉപവസിക്കുന്നത്. പക്ഷേ അത് വിധിപ്രകാരമല്ല എന്നുള്ളത് അതൊരു പോയിന്റ് ആയിരുന്നു. നല്ലൊരു പോയിന്റ് ആണ്. നമ്മൾ തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ്. നമുക്ക് ഭഗവാനെ നേരിട്ട് പൂജിക്കാനുള്ള അവസരം ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഒരു അവിധിപൂർവകമായിട്ട് നമ്മൾ ചെയ്യുന്നത്? അതുപോലെ തന്നെ അതിന്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു പോയിന്റാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, ഓരോ ദേവന്മാരെയോ അല്ലെങ്കിൽ പിതൃക്കളെയോ അല്ലെങ്കിൽ ഭൂതഗണങ്ങളെയോ ഒക്കെ പൂജിക്കുന്നവർ അവരവർ അതിൻ്റെതായ ഗ്രഹങ്ങളിലാണ് അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലങ്ങളിലാണ് എത്തുന്നത് എന്നുള്ള പോയിന്റ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഭഗവാനെയാണ് ഭജിക്കുന്നത് എങ്കിൽ ഭഗവത് ധാമിലേക്ക് നമ്മൾ ചെല്ലും എന്ന വിവരവും നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. വളരെ സന്തോഷം. ഈ അധ്യായത്തിനെ കുറിച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ് ഈ അധ്യായത്തിന്റെ മറ്റ് അധ്യായങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ അധ്യായത്തിനുള്ള സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കൃഷ്ണ പറയണോ? എസെൻസ് ആണ് ഈ അധ്യായം എന്നുള്ളതാണ് കൃഷ്ണ പ്രഭു. വെരി ഗുഡ്. യെസ്, എസെൻസ് എന്ന് മാത്രമാണോ പറഞ്ഞത്, അതോ എന്തെങ്കിലും ഒരു കുറച്ചുകൂടി നമ്മള് കൂടുതലായിട്ട് പറഞ്ഞോ, ഒന്നുകൂടെ എഫക്റ്റീവായിട്ട്? എസെൻസ് ഓഫ് ദ എസെൻസ് ഓഫ് ദ എസെൻസ്, അതായത് ഭഗവാൻ അതായത് ഗുഹ്യതമം എന്നാണ് പറഞ്ഞത്. ഗുഹ്യതരം, ഗുഹ്യതമം. അങ്ങനെ മൂന്നാമത്തെ ഇത് സൂപ്പർലേറ്റീവ് ടെൻസിലാണ് നമ്മൾ അതിനെക്കുറിച്ച് വർണ്ണിച്ചത്. നമ്മൾ ഭഗവാൻ തന്നെ പറയുന്നത് ഗുഹ്യതമം എന്ന വാക്കാണ് ഭഗവാൻ തന്നെ ആ ഒരു അധ്യായത്തിനെ ഉപയോഗിച്ചത്. അപ്പം ഈ അധ്യായത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, അതിൽ ഭഗവത്ഗീതയെ നോക്കിക്കഴിഞ്ഞാൽ 6 അധ്യായങ്ങൾ, അത് 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ് എസെൻസ്. അതിൽ 9ാമത്തെ അധ്യായമാണ് എസെൻസ് ഓഫ് ദ എസെൻസ്. എസെൻസ് ഓഫ് ദ എസെൻസ് ആണ്
9-ാമത്തെ അധ്യായം. അതായത് 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ് എസൻസ്. അതിനകത്തിൽ 9-ാമത്തെ അധ്യായമാണ് എസൻസ് ഓഫ് ദി എസൻസ്. എസൻസ് ഓഫ് ദ എസൻസ് ഓഫ് ദ എസൻസ്, അതായത് ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് 26 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങൾ. അതവിടെയാണ് ആ ഗ്ലോറീസ് ഓഫ് ഭക്തി എന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം. അതിലാണ് വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ പറയുന്നു, അതായത് ഭഗവാൻ എല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെയാണ്, പക്ഷെ ഭക്തന്മാരോടുള്ള സ്പെഷ്യൽ റിലേഷൻ അല്ലെങ്കിൽ അനന്യമായിട്ട് ഭഗവാനെ ഭജിക്കുന്നവർക്കുള്ള ഭഗവാന്റെ സ്പെഷ്യൽ കൺസിഡറേഷൻ എന്താണ് എന്ന് നമ്മൾ ആ അധ്യായത്തിൽ നമ്മൾ അതുപോലെ ആ ശ്ലോകങ്ങളിൽ പ്രത്യേകിച്ച് കാണുകയുണ്ടായി. ഭക്തന്റെ പ്രത്യേകത എന്താണ്, ഒരു ഭക്തൻ എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് അതിനകത്തിൽ വിവരിക്കുകയുണ്ടായി. അതായത് ഒരു ഭക്തന് ഇത് അവസാനം ആ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, അവസാനത്തെ ശ്ലോകത്തിൽ മന്മനാഭവ മത്ഭക്തോ മദ്യാജീവം നമസ്കുരു എന്ന ശ്ലോകത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി. അത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ്. കാരണം അതേ ശ്ലോകം തന്നെ ഭഗവാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 4 കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് ഭഗവാൻ ആവശ്യപ്പെടുന്നു. മന്മന, എന്നെ കുറിച്ച് ഓർക്കുക. ഭവമത്ഭക്തോ, എന്റെ ഭക്തനാവുക. മന്മന ഭവമത്ഭക്തോ മദ്യാജി, എന്നെ പൂജിക്കുക. മാം നമസ്കുരു, എന്നെ നമസ്കരിക്കുക. ഈ 4 കാര്യങ്ങളാണ് ഭഗവാൻ നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ടത്. സോ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഭക്തിയെ കുറിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്ന അധ്യായം അല്ലെങ്കിൽ ആ ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. സോ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇതിനെക്കുറിച്ച് കമന്ററി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് റിവിഷൻ നമ്മളെ ഒന്ന് റിവൈവ് ചെയ്യിച്ചെടുത്ത ഭക്തർക്ക് 2 പേർക്കും നമ്മളെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷം. നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ട്, അതുപോലെ അതിനുള്ള നോട്ടുകളും എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എക്സിസ്റ്റിംഗ് ഡിവോട്ടീസ് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ദയവായിട്ട് മുമ്പോട്ട് വന്നിട്ട്. എക്സിസ്റ്റിംഗ് ഡിവോട്ടീസ് ആയാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓപ്പൺ ടു ഓൾ. ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കൊടുത്ത ആര്? ഫലങ്ങൾ കൊടുത്തത് ആര്? എന്തുവാ ജി? ഭക്തരിൽ ആരാണ് ഭഗവാന് പുഷ്പം കൊടുത്തത്? ആരാണ് ഫലങ്ങൾ കൊടുത്തത്? അതിനെക്കുറിച്ച് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? അല്ല, ഞാൻ അത് പറയുമായിരുന്നു അതിനെ കുറിച്ച്. ഓക്കെ. അത് മാതാജിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നല്ലേ? വളരെ കറക്റ്റ്, വളരെ കറക്റ്റ്. സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. പ്രഭുജി അത് അങ്ങനത്തെ ഒരു പുസ്തകം ഉണ്ടല്ലോ നമ്മുടെ, ഞാൻ പറഞ്ഞില്ല, ഒരു ഭഗവാന് പഴം കൊണ്ട് കൊടുക്കുന്ന ഒരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഭഗവാന് പഴം കൊണ്ട് കൊടുക്കുമ്പോ, ഭഗവാൻ നെല്ല് കൊണ്ട് കൊടുക്കുമ്പോ അത് രത്നമായി മാറുന്ന അതാ ഞാൻ ലീലാമൻ ഇന്നലെ പറഞ്ഞു. ലീലാമനാണ്. ശരി. അത് ഫ്രൂട്ട് വെണ്ടർ, ഒരു പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന ഒരു സ്ത്രീ, വയസ്സായ ഒരു സ്ത്രീ ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഭഗവാൻ ആ പഴങ്ങൾ കൊടുക്കുമ്പോൾ ഭഗവാന് കയ്യില് നെൽമണി കൊണ്ട് ചെറിയ കൈക്കുമ്പിൾ എടുത്തുകൊണ്ട് വരുമ്പോൾ നടക്കുന്ന വഴിയിൽ തന്നെ അതെല്ലാം പൊഴിഞ്ഞു പോകും. പക്ഷെ അതുകൊണ്ട് ആ കൊട്ടയിലേക്ക് കൊണ്ടിടുമ്പോൾ ആ കൊട്ടയിലുള്ള നിറച്ച് സ്വർണത്തിന്റെ കൂമ്പാരമായി മാറുന്ന ആ ഒരു കഥ വളരെ യെസ്, കറക്റ്റ് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുണ്ടായി. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് 10-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് വിഭൂതി യോഗം? ഭഗവാന്റെ വിഭൂതി, ഒപ്പുലൻസിനെ കുറിച്ച്, ഐശ്വര്യങ്ങളെ കുറിച്ചിട്ട് ഭഗവാൻ സ്വയം പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരാളെടുത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ സ്വയം പുകഴ്ത്തുകയാണ്. ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്ന വീട്ടിലെയാണ്, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം പുകഴ്ത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മോശമായ ഒരു കാര്യമാണ്. എന്നാൽ ഒരാൾ ചോദിച്ചപ്പോൾ പറയുകയാണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിവരണങ്ങൾ പറയുമ്പോൾ യെസ്, ഞാൻ ഇന്ന വീട്ടിലെയാണ്, ഇന്ന കുടുംബത്തിലെയാണ്, എൻ്റെ പേര് ഇന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ് ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങനെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒരു പുകഴ്ത്തലായിട്ടല്ല മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചോദിച്ചു, അതുകൊണ്ട് ഞാൻ പറയുന്നു. സെയിം വേ ഇവിടെ ഭഗവാനും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അർജുനന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഭഗവാൻ ഇവിടെ പറയുകയാണ് വാട്ട് ഹി ഈസ്, അതായത് സ്വയം ഭഗവാൻ എന്താണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഐശ്വര്യം എങ്ങനെയുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ച് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരികയാണ് ചെയ്തത്. നമുക്ക്
ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. ഓക്കെ, അതിനു മുമ്പ് എന്തൊക്കെയാണ് 10ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്? സോ 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാനെ കുറിച്ച് അറിയുക എന്നത് ഒരു വിഷമം പിടിച്ച ഒരു കാര്യമാണ്. ഭഗവാൻ എല്ലാത്തിന്റെയും ഉറവിടം ഭഗവാനാണ് എന്നുള്ള കാര്യം നമുക്ക് 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുന്നു. 8 മുതൽ 11 വരെയുള്ള ശ്ലോകമാണ് ഞാൻ പറഞ്ഞ ഒരു സസ്പെൻസ് അല്ല, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചതുർശ്ലോകി ഭഗവത്ഗീത എന്ന് പറയുന്ന ഭഗവത്ഗീതയുടെ വീണ്ടും ഒരു കൺഫ്യൂഷൻ ആകും. 9ാമത്തെ അധ്യായമാണോ എസെൻസ്, അതോ ഇതാണോ എസെൻസ് എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. എങ്കിലും ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ എസെൻസ് ഓഫ് ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ സാരം മുഴുവൻ ഈ 4 ശ്ലോകങ്ങളിൽ കൂടി ഭഗവാൻ പ്രകടമാക്കുന്നുണ്ട്. അതായത് ഈ 4 ശ്ലോകങ്ങൾ 10ാമത്തെ അധ്യായത്തിലെ 8 മുതൽ 11 വരെയുള്ള 4 ശ്ലോകങ്ങൾ മനസ്സിലാക്കി ഒരുവന് ഭഗവത്ഗീത മുഴുവൻ മനസ്സിലാക്കിയതിന് തുല്യമാകും. ആ ഒരു സെൻസിലാണ് ഇത് എസെൻസ് ഓഫ് ഭഗവത്ഗീത എന്ന് നമ്മൾ പറയുന്നത്. സോ അതാണ് 8 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളെ ചതുർശ്ലോകി ഭഗവത്ഗീത എന്ന് പറയപ്പെടുന്നു. 4 ശ്ലോകങ്ങൾ, ഭഗവത്ഗീത 4 പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഈ 4 ശ്ലോകങ്ങൾ 8 മുതൽ 11 വരെയുള്ളത്. 12 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനൻ സ്വയം ഭഗവാന്റെ സുപ്രമസിയെ, ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് അംഗീകരിക്കുന്ന ശ്ലോകങ്ങൾ നമുക്ക് 12 മുതൽ 18 വരെ നമുക്ക് കാണാൻ സാധിക്കും. 19 മുതൽ ഭഗവാൻ തന്റെ വൈഭവത്തെ കുറിച്ച് പറയുകയാണ്. അതാണ് വിഭൂതി യോഗം എന്ന് പറയുന്നത്. 19 മുതൽ 42ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ അതിനെക്കുറിച്ചിട്ട് വർണ്ണിക്കുന്നതാണ്. നമ്മൾ 8ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, അതായത് വെള്ളത്തിന്റെ ടേസ്റ്റ് ഞാനാണ് മുതലായ, സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശം ഞാനാണ് മുതലായ കാര്യങ്ങൾ ഭഗവാൻ അതിൽ പ്രകടമാക്കുന്നുണ്ട്. അത് ഭഗവാന്റെ ഭഗവാന്റെ ഐശ്വര്യം തന്നെയാണ് അതും പറയുന്നത്. അത് ഐശ്വര്യ ജ്ഞാനം എന്ന് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിൽ ഇനി പറയാൻ പോകുന്നത് ഭഗവാൻ ഓരോ വസ്തുക്കളിലും അല്ലെങ്കിൽ ഓരോ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സൃഷ്ടിയുടെ പല വിഭാഗങ്ങളെ എടുക്കുകയാണെങ്കിൽ ആ വിഭാഗത്തിലൊക്കെ ടോപ്പ് ആയിട്ടുള്ള ദ ബെസ്റ്റ് എന്ന് പറയുന്നത് ഭഗവാൻ ആണ് എന്ന് ഭഗവാൻ തെളിയിക്കുന്ന ശ്ലോകങ്ങൾ നമുക്ക് 19 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഈ അധ്യായത്തിൽ കൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്കിനി നോക്കാം എന്താണ് ഓരോ ശ്ലോകത്തിൽ നമുക്ക് ഇഫക്റ്റ് ആയത്, നമുക്ക് എൻ്റെ ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുത്ത് നോക്കാം എന്താണ്. സോ അതിനു മുമ്പ് ലെറ്റ്സ് സീ വാട്ട് ഈസ് അവർ ലെസൺ ഫോർ ടുഡേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 9ാമത്തെ അധ്യായത്തില് കിങ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. I'm not going to further discuss on that. So ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SEE. ഇന്ന് 4 എന്നുള്ളത് നമ്മൾ 3ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. എന്താണ് സി എന്ന് പറയുന്നത്? സോഴ്സ് ഓഫ് എവറിത്തിങ്. 1 മുതൽ 7 വരെയുള്ളതിൽ ഭഗവാൻ പറയുന്നുണ്ട് സോഴ്സ് ഓഫ് എവറിത്തിങ്, എല്ലാം ഭഗവാൻ, എല്ലാത്തിൻ്റെയും ഉറവിടം ഭഗവാനാണ് എന്ന് അവിടെ പറയുന്നു. ഇവിടെ വീണ്ടും നമ്മൾ പറഞ്ഞു എസെൻസ് ഓഫ് ഗീത എന്ന് പറയുന്നത് 10ാമത്തെ അധ്യായത്തിലെ 8 മുതൽ 11 വരെയുള്ള ചതുർശ്ലോകി ഭഗവത്ഗീത എന്ന് പറയപ്പെടുന്നു. കൃഷ്ണ ഇസ് എവ്രിവെയർ 12 മുതൽ 42 വരെയുള്ളതിൽ കൃഷ്ണ ഇസ് എവ്രിവെയർ. അതാണ് ഇ. എസ് ഫോർ സോഴ്സ് ഓഫ് എവറിത്തിങ്, ഇ ഫോർ എസെൻസ് ഓഫ് ഗീത, ഇ ഫോർ എവ്രിവെയർ. സോ അതാണ് സി എന്ന് പറയുന്ന അക്രോണിം വെച്ചിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇന്നത്തെ ലെസൺസ് ഇതാണ്. നമുക്ക് നോക്കാം എന്താണ് നമുക്കിന്ന് അറിയാനുള്ളത്. കഴിഞ്ഞ അധ്യായത്തില് ഭഗവാൻ കൊണ്ട് നിർത്തിയത് എവിടെയാണ്? കണക്ഷൻ ബിറ്റ്വീൻ 9 and 10 ചാപ്റ്റേഴ്സ്. ഈ ഒരു 9 നിന്ന് 10ലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് തമ്മിലൊരു കണക്ഷൻ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കൃഷ്ണ ends the 9th chapter with the imperative to fix the mind on Krishna. എന്നിൽ മനസ്സുറപ്പിക്കൂ, അതായത് മന്മന എന്ന് പറയുന്ന 9ാമത്തെ അധ്യായത്തിൽ 34ാമത്തെ ശ്ലോകത്തോടുകൂടിയാണ് കഴിഞ്ഞ അധ്യായം ഭഗവാൻ നിർത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ തോന്നാം, മന്മന എങ്ങനെയാണ് ഞാൻ ഭഗവാനെ ഓർക്കേണ്ടത്? Therefore, chapter 10 describes the Lord's opulence on which a devotee can fix his mind and how to remember him when we see opulent, powerful and beautiful things in this world. മനോഹരവും ഐശ്വര്യസമ്പൂർണവും ശക്തിയും അശക്തവത്തായതുമായ വസ്തുക്കളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭഗവാനെ ഓർക്കാൻ സാധിക്കണം.
ഒരു ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു റോസാപ്പൂ നമ്മൾ കാണുന്നു. ആ പുഷ്പം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ, അല്ലെങ്കിൽ റോസാപ്പൂ, എനി ഫ്ലവർ, എനി ഫ്ലവർ, ഒരു ജാസ്മിൻ, ഒരു മുല്ലപ്പൂ ആണെങ്കിൽ ആയിക്കൊള്ളട്ടെ, ആ പുഷ്പം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? വാവ്, വെരി ബ്യൂട്ടിഫുൾ, മനോഹരമായിരിക്കുന്നു എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ അത് നമ്മളുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകുകയാണ് ചെയ്യുന്നത്. അത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള യഥാർത്ഥമായ ശരി എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ എത്രയോ മനോഹരമായിരിക്കുന്നു, വി ആർ അപ്രീഷിയേറ്റിംഗ്. പക്ഷെ നമ്മൾ ആരെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്? ആ അപ്രീസിയേഷൻ പ്രോപ്പറായിട്ട് യഥാർത്ഥമായ രീതിക്ക് നമ്മൾ അതിന്റെ സൃഷ്ടാവിന്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് മോർ കറക്റ്റ്. പറയുകയാണ് കൃഷ്ണ, ഹൗ ബ്യൂട്ടിഫുൾ ഈസ് യുവർ ക്രിയേഷൻ, അങ്ങയുടെ സൃഷ്ടി എത്ര മനോഹരമായിരിക്കുന്നു കൃഷ്ണ എന്ന് പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും അതിന്റെ യഥാർത്ഥമായ രീതി. അപ്പോൾ നമ്മളിവിടെ ഈ ഭൂമിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അതുപോലുള്ള സന്ദർഭങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ആ സമയത്തൊക്കെ ഭഗവാനെ നമ്മൾ ഓർക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് 10ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ നേടാൻ പോകുന്നത്. അതാണ് 9ാമത്തെ അധ്യായത്തിൽ 34ാമത്തെ ശ്ലോകത്തിൽ മന്മന എന്ന് പറയുമ്പോൾ, എന്തൊരു വസ്തു കണ്ടാലും ഓ കൃഷ്ണ, യു ആർ സോ ഗ്രേറ്റ്ഫുൾ. ഒരു മനുഷ്യൻ സൃഷ്ടിച്ചതാണ് എങ്കിൽ ഭഗവാനെ, ഇത് മനുഷ്യനെ സൃഷ്ടിച്ച ഭഗവാന്റെ ശക്തി എത്രയായിരിക്കും. ഐ ആം യൂസിങ് ദിസ് ലാപ്ടോപ്പ്, ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ ഉപയോഗിക്കുന്നു. അപ്പൊ പറയാണ്, ഈ ലാപ്ടോപ്പ് എത്ര മനോഹരമായ സൃഷ്ടിയാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പ് ഇത്രമാത്രം മിറക്കുലസ് ആയിട്ട്, അതായത് അതിശയപരമായ രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ലാപ്ടോപ്പ് കണ്ടുപിടിച്ച ബുദ്ധി ഉള്ള മനുഷ്യനെ സൃഷ്ടിച്ച ഭഗവാന്റെ ബുദ്ധി എത്രമാത്രമായിരിക്കും എന്ന് നമ്മൾ ഓർക്കുകയാണ് ചെയ്തത്. സോ 9ാമത്തെ അധ്യായത്തിൽ അവസാനം ഭഗവാൻ പറഞ്ഞത് എങ്ങനെ ഒരു ഭക്തനാകണം എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഭഗവാൻ അവസാനം ഒരു പ്യുവർ ഡിവോട്ടി, ഒരു ഏറ്റവും ശുദ്ധനായ ഭക്തനാകേണ്ടത് എങ്ങനെ എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു നിർത്തുമ്പോൾ, therefore chapter 10 will increase our devotion by hearing more about Krishna's opulence. ഭഗവാന്റെ ഐശ്വര്യസമ്പൂർണമായ അതിനെക്കുറിച്ച് വിവരണങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള ഭക്തി നമുക്ക് മടങ്ങുകളോളം 10 മടങ്ങ് നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സോ 1ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത് എന്താണ്? കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് രാജവിദ്യ രാജഗുഹ്യം എന്ന് പറയുന്ന ആ ഒരു അധ്യായത്തിന്റെ പേര് നൽകിയിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് കൂടുതൽ അതിശയകരമായ ജ്ഞാനം എന്താണ് എന്ന് ഭഗവാനോട് പറയുകയാണ്. ശ്രീ ഭഗവാൻ ഉവാച ഭൂയയേവ മഹാബാഹോ ശൃണു മേ പരമം വചഃ യത്തേഹം പ്രീയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. പരമദിവ്യോത്തമ പുരുഷൻ അരുളി ചെയ്തു, കൈക്കരുത്തുള്ള അർജുന, നീ എന്റെ സുഹൃത്തായതുകൊണ്ട് നിന്റെ നന്മയ്ക്കായി ഇനിയും ഞാൻ ജ്ഞാനം ഉപദേശിക്കാം, കേൾക്കൂ. ഇത് ഞാൻ നേരത്തെ ഉപദേശിച്ചതിലും ഉത്തമമായ ജ്ഞാനമാണ്. ദിസ് ഇസ് മോർ ഇഫക്റ്റീവ്, അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ ഉത്തമമായ ജ്ഞാനമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്ന് ഭഗവാനോട് പറയുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഉത്തമമായ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രഹ്മദേവൻ ഭഗവാന്റെ അടുത്ത് ചെന്ന് ശരണം പ്രാപിക്കുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ പിന്നെ അടുത്ത രണ്ട് മൂന്ന് സ്ലൈഡ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഭഗവാന് ഈ ഒരു ബ്രഹ്മവിമോഹന ലീല എന്ന് പറയുന്ന ഒരു ലീലയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ശ്ലോകം നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. സോ നോ വൺ നോസ് കൃഷ്ണ ദ മിസ്റ്റീരിയസ് ഒറിജിൻ ഓഫ് എവറിഥിങ്. എന്താണ്? നമേ വിദുസുരാഗണാഹ പ്രഭവം ന മഹർഷയഃ അഹം ആദിർഹി ദേവാനാം മഹാഋഷീം ച സർവസഹ. ഭഗവാനെ ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ബ്രഹ്മവിമോഹന ലീലയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയേണ്ടത്. സോ എന്താണ് അതിൽ കൂടി പറയുന്നത്? വിൽ സീ ദാറ്റ് ലേറ്റർ. 2 സ്ലൈഡുകൾ കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും പെട്ടെന്ന് പറഞ്ഞു പോകാം. ബ്രഹ്മദേവന് ഭഗവാൻ കൃഷ്ണൻ
കൂട്ടുകാരുമായി അവിടെ കളിച്ച് നടക്കുകയും ആഹാര പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുകയും ചെയ്യുമ്പോൾ കാണുമ്പോൾ ഇത് ഭഗവാൻ തന്നെയാണോ എന്നൊരു സംശയം ബ്രഹ്മദേവന് തോന്നിയിട്ട് ബ്രഹ്മദേവൻ തന്റെ ഭഗവാന്റെ കൂട്ടുകാരെയും ഗോക്കളെയും എല്ലാം അപഹരിച്ചുകൊണ്ട് ബ്രഹ്മലോകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മലോകത്തിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ബ്രഹ്മദേവൻ കാണുന്നത് ബ്രഹ്മദേവൻ എന്തൊക്കെ കൊണ്ടുപോയോ അതെല്ലാം അതുപോലെ തന്നെ അവിടെയുണ്ട്. ഭഗവാൻ സ്വയം എക്സ്പാൻഡ് ചെയ്ത് ഭഗവാൻ അവിടെ എല്ലാത്തിനെയും അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ദൃശ്യം കണ്ടപ്പോൾ ബ്രഹ്മദേവൻ അത് ചെയ്തത് ഭഗവാനെ ഒന്ന് ബിവിൽഡർ ചെയ്യിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിശയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പൊ സ്വയം ബ്രഹ്മാവ് തന്നെ ബിവിൽഡേഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു അതാണ് അത്. നമേ വിദു സുരഗണാഹ ന മേ വിദുഹു. അതായത് എന്താ പറയുന്നത്, എന്റെ ഉൽപ്പത്തി വിഭൂതി എന്നിവയെ പറ്റി ദേവന്മാർക്കോ ഋഷികൾക്കോ അറിഞ്ഞുകൂടാ. ഏതു വിധത്തിലും അവരുടെ എല്ലാം ഉദ്ഭവസ്ഥാനം ഞാനാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ബ്രഹ്മദേവന്റെ ആ ഒരു ഈ ഒരു കാര്യം കണ്ടപ്പോൾ ബ്രഹ്മദേവൻ അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ബ്രഹ്മദേവൻ തന്റെ വാഹനത്തിൽ വന്ന്, ഹംസവാഹനത്തിൽ വന്ന് എല്ലാവരെയും അപഹരിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ പോകും. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും ബ്രഹ്മദേവൻ കാണുന്നത് അവരെല്ലാം അതുപോലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഭഗവാൻ ഗോവർദ്ധന പർവ്വതം പൊക്കിയ വിവരം ഈ ഒരു ലീലയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ഭഗവാൻ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ദേവീദേവന്മാരെ ഇന്ദ്രദേവൻ വളരെയധികം വിഷമിച്ചു പോയ ഒരു സംഭവമാണിത്. ഈ ഇന്ദ്രദേവൻ ഈ കഥ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇന്ദ്രദേവന്റെ അഹംഭാവത്തെ തീർക്കുന്നതിന് വേണ്ടി ഭഗവാൻ ചെയ്ത ഒരു കാര്യമാണ്. അവിടെ ഇന്ദ്രദേവനും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവസാനം ഇന്ദ്രദേവൻ സ്വയം വന്ന് സുരഭി പശുവുമായി വന്ന് ഭഗവാന്റെ അടുത്ത് വന്ന് ശരണം പ്രാപിക്കുകയാണ് ചെയ്തത്. ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരമാണ് സുരഭിയെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഭഗവാന് ഒരു പക്ഷേ ഇന്ദ്രദേവനോട് ദേഷ്യപ്പെട്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു സുരഭിയെ കൂടെ കൊണ്ടുപോയിക്കോളൂ, ഭഗവാന് സന്തോഷമാകും. ദേവന്മാർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. One who knows Krishna is freed from all senses. ഭഗവാനെ മനസ്സിലാക്കിയ ഒരുവനെ സംബന്ധിച്ച് പറഞ്ഞാൽ he is completely സർവ പാപൈ പ്രമുച്യതേ. അതാണ് ഈ പറയുന്നത്. യോമാമജം അനാദിം ച വേത്തി ലോക മഹേശ്വരം അസമ്മൂഢ മർത്യേഷു സർവ പാപൈ പ്രമുച്യതേ. എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകും. എന്താണ് പറയുന്നത്? ജ്ഞാനമില്ലാത്തവനും തുടക്കമില്ലാത്തവനും സർവ്വലോകേശ്വരനുമാണ് ഞാനെന്നറിയുന്നവൻ മാത്രം വ്യാമോഹം തീർന്ന് പാപമുക്തനാകുന്നു. ജനനമില്ലാത്തവനൊന്നും എങ്ങനെ? ജനനമില്ലാത്ത, ഞാനത് വായിച്ചു തെറ്റിപ്പോയതാണ്. ജനനമില്ലാത്തവനും തുടക്കമില്ലാത്തവനും സർവ്വലോകേശ്വരനുമാണ് ഞാനെന്നറിയുന്നവൻ മാത്രം വ്യാമോഹം തീർന്ന പാപമുക്തനായി. സോ യോമാം അജം അനാദിം ച. അജം, യെസ്, കറക്റ്റ്. അത് താങ്ക് യു സോ മച്ച് ഫോർ ഹൈലൈറ്റിംഗ് ദാറ്റ്. സോ അജം അനാദിം ച. Krishna says that the various qualities and personalities also come from him. ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉറവിടം. കൃഷ്ണ ഇസ് ദ ഒറിജിൻ ഓഫ് ഓൾ ക്വാളിറ്റീസ് ആൻഡ് പേഴ്സണാലിറ്റീസ്. എല്ലാത്തിനും ഉദ്ഭവം ആണ് ഭഗവാൻ എന്ന് ഭഗവാൻ പറയുന്നത്. നോക്കുക, ബുദ്ധി. ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ ബുദ്ധിമാനായ വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ ആ ബുദ്ധി എവിടെ നിന്ന് വന്നു? ഫ്രീഡം ഫ്രം ഡൗട്ട്, നോളജ്, forgiveness, famousness, control of senses, control of mind, happiness, distress, birth, death, fear, fearlessness, equanimity, satisfaction, ഇതെല്ലാം വരുന്നത് ഭഗവാനിൽ നിന്നാണ്. ചാരിറ്റി, ഫെയിം, all these various qualities of living beings are created by me alone. ഇതെല്ലാത്തിന്റെയും ഉദ്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഇൻഫേമി, ചാരിറ്റി, ഫെയിം, ഇതെല്ലാം ഓപ്പോസിറ്റ് ആണ്. നോക്കുക, ഇക്വാനിമിറ്റി, സാറ്റിസ്ഫാക്ഷൻ, ഓസ്ട്രിറ്റി, ഫിയർലെസ്നെസ്, ഫിയർ, ബർത്ത്, ഡെത്ത്, ഹാപ്പിനെസ്, ഡിസ്ട്രസ്, ഇതെല്ലാം ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ഇവൻ ബോത്ത് കെയിം ഫ്രം ദ ലോർഡ്. ഫർഗീവ്നെസ്, കൺട്രോൾ ഓഫ് സെൻസസ്, കൺട്രോൾ ഓഫ് മൈൻഡ്, ഇതെല്ലാം നോളജും ഫ്രീഡം ഫ്രം ഡൗട്ടും ഇതെല്ലാം ഉണ്ടാകുന്നത് ഭഗവാനിൽ നിന്നാണ് എന്നാണ് ഭഗവാനോട് പറയുന്നത്. ഓൾ ദീസ് വേരിയസ് ക്വാളിറ്റീസ് ഓഫ് ലിവിംഗ് ബീയിങ്സ് ആർ ക്രിയേറ്റഡ് ബൈ മീ എലോൺ. നോക്കുക, ഈ 7
മുനിമാര് ഭഗവാനിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ആൻഡ് ബിഫോർ ദം ദ 4 other great sages, ചതുഷ്കുമാരന്മാര്. ഇതെല്ലാം ഭഗവാനിൽ നിന്നാണ്. ആൻഡ് ഓൾ ദ ലിവിംഗ് ബീയിങ്സ് പോപ്പുലേറ്റിംഗ് ദ വേരിയസ് പ്ലാനറ്റ്സ് ഡിസെൻഡ് ഫ്രം ദം. സാക്ഷാൽ ബ്രഹ്മദേവൻ പോലും ഭഗവാനിൽ നിന്ന് വരുന്നു. സോ എന്താണ് പറയുന്നത്? The intelligence, knowledge, freedom from doubt and delusion, forgiveness, truthfulness, control of the senses, ഇതെല്ലാമാണ് നമ്മൾ മുമ്പേ കണ്ടത്. 10ാമത്തെ അധ്യായത്തില് 4ഉം 5ഉം ശ്ലോകങ്ങളിൽ പറയുന്നതാണ് ഈ വിവരണങ്ങൾ. ബുദ്ധി, ജ്ഞാനം, സംശയമില്ലായ്മ, വ്യാമോഹമില്ലായ്മ, ക്ഷമ, സത്യം, ഇന്ദ്രിയ സംയമനം, മനസംയമനം, സുഖദുഃഖങ്ങൾ, ജനന മരണങ്ങൾ, ഭയം, ഭയരാഹിത്യം, അഹിംസ, സമതുലിതാവസ്ഥ, തൃപ്തി, തപസ്, ദാനം, കീർത്തി, അപകീർത്തി എന്നിങ്ങനെ ജീവാത്മാക്കളുടെ വിവിധ ഗുണങ്ങളെല്ലാം ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. കൃഷ്ണ ഈസ് എ സോഴ്സ് ഓഫ് എവറിഥിങ് എന്നുള്ള ഭഗവാൻ പറയുന്നു. ഭഗവാന്റെ ഈ ഐശ്വര്യങ്ങളെല്ലാം നമ്മൾ പ്രകീർത്തിക്കുകയാണെങ്കിൽ, അതിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, വി ആർ ഫ്രീ ഫ്രം, അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ ശരണം പ്രാപിക്കുന്നതിനോട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, എന്റെ വിഭൂതികളും യോഗശക്തികളും എന്തെന്ന് ശരിയായി ബോധ്യപ്പെട്ടവർ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നു. ഇതിന് യാതൊരു സംശയവുമില്ല. ഉജ്യതേ ന അത്ര സംശയ. നമ്മള് നേരത്തെ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ശ്ലോകം നമ്മൾ പഠിച്ചതാണ്. ഒരു കാരണവശാലും സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് ഭഗവാൻ അംഗീകരിക്കുന്ന ഈ ഒരു കാര്യം. If we are serious and sincere devotees, the Lord will give us the intelligence to offer prayers properly. So അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. So now next portion comes. ഇപ്പൊ നമ്മൾ കണ്ടത് ഇനി നെക്സ്റ്റ് എസെൻസ് ഓഫ് ഗീത എന്നുള്ളതാണ്. എസ് പറഞ്ഞ സോഴ്സ്, എല്ലാത്തിന്റെയും സോഴ്സ് ഭഗവാനാണ് എന്ന് നമ്മൾ കണ്ടു. ഇനി എസെൻസ് ഓഫ് ഗീത എന്ന് പറയുന്നതാണ് 8 മുതൽ 11 വരെ. അതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ എന്താണ്? ചതുർശ്ലോകി ഭഗവത്ഗീതയാണ്. ഈ ചതുർശ്ലോകി ഭഗവത്ഗീത എന്ന് പറയുന്നത്, അതിന് നമുക്ക് എസെൻസ് ഓഫ് ഗീത എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. എന്താണ് അതിൽ നിന്ന് പറയാനുള്ളത്? ഇത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥത്തില് അതിനെ നമുക്ക് അത് പഠിപ്പിക്കുന്നത് നമ്മളെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സംബന്ധ, അഭിധേയ, പ്രയോജന എന്ന് പറയുന്ന 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ശ്രീമദ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഈ സംബന്ധ, അഭിധേയ, പ്രയോജന? നമുക്ക് ഈ പറയുന്ന 4 ശ്ലോകങ്ങൾ അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടിയിരിക്കും. എന്താണ് സംബന്ധ, അഭിധേയ, പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംബന്ധ എന്ന് പറഞ്ഞാൽ നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് സംബന്ധ എന്ന് പറയപ്പെടുന്നത്. സംബന്ധ, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം. അതാണ് 10ാമത്തെ അധ്യായത്തില് 8ാമത് ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. അഭിധേയ എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഭഗവാനും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഞാൻ മനസ്സിലാക്കി. മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഭഗവാനിൽ ശരണം പ്രാപിച്ച് ഭഗവാന് വേണ്ടി സേവനം ചെയ്യണം, ഭഗവാന് വേണ്ടി കുക്ക് ചെയ്യണം, ഭഗവാന്റെ ബുക്കുകൾ വായിക്കണം, ഭഗവത് നാമം ജപിക്കണം. മുതലായ ഭഗവത് സേവനങ്ങൾ ചെയ്യുന്നതിനെയാണ് സംബന്ധ. ആ ബന്ധത്തിനെ ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ബന്ധത്തിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെയാണ് അഭിധേയ എന്ന് നമ്മൾ പറയുന്നത്. സംബന്ധ, അഭിധേയ. പ്രയോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ സംബന്ധ, അഭിധേയ എന്ന് പറയുന്ന വിഷയം നമ്മൾ പഠിക്കുന്നത് 10ാമത്തെ അധ്യായത്തിലെ 9ാമത് ശ്ലോകത്തില്. ഹൗ എ പ്യുവർ ഡിവോട്ടി വർഷിപ്സ് ഹിം. 10ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ പഠിക്കുന്നത് എന്താണ്? Summarizes his opulences, the result of truly knowing his opulences, one becomes a pure devotee. ഭഗവാൻ ഒരു ഭക്തനാകുന്നതിനെ കുറിച്ചുള്ള മനസ്സിലാകുകയാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് അറിവ്. അഭിധേയ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ശുദ്ധ ഭക്തൻ ആയിത്തീരുകയാണ്, അദ്ദേഹം ഭഗവാനെ വർഷിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള പ്രയോജനം, അങ്ങനെ ഭഗവാനും നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യും, അതായത് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയും ഇംഗ്ലീഷിൽ. മലയാളത്തിൽ എന്താ പറയുക? അതിനെ പ്രാവർത്തികമാക്കുക. യെസ്, അതിനെ പ്രാവർത്തികമാക്കുകയൂടെ ചെയ്യുന്നതാണ് അഭിധേയ എന്ന് പറയുമ്പോൾ. അപ്പൊ അങ്ങനെ
ആ മനസ്സിലാക്കുകയും അതിനെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിനുള്ള പ്രയോജനം, അത് ആ പ്രയോജനം എന്ന വാക്കുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്നു. സംബന്ധ അഭിധേയ പ്രയോജന, ദ റിസൾട്ട് ഓഫ് ദാറ്റ്. അത് 10-ാം അധ്യായത്തിൽ 10-ാമത്തേത് 11-ാമത്തെ ശ്ലോകം ഡിസ്ക്രൈബ്സ് ഹിസ് റെസിപ്രൊക്കേഷൻ വിത്ത് ദെയർ ലവിങ് വർഷിപ്പ്. അതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത്? ഭഗവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് അതിനെ ഭഗവാൻ ഒന്ന് റെസിപ്രൊക്കേറ്റ് ചെയ്യുകയാണ് എങ്കിൽ അതിൽ പരം ഒരു ഭക്തനെ സംബന്ധിച്ച് എന്താണ് വേണ്ടത്? വേറെ ഒന്നും വേണ്ട. ഇതാണ് ഇത് ഭഗവത്ഗീതയുടെ എസെൻസ് ആണ് എന്ന് പറയപ്പെടുന്നത്. എന്താണ് 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്? നമുക്ക് വായിച്ചു നോക്കാം. എന്താണ്? അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തത്തെ ഇതി മത്വാ ഭജന്തെ മാം ബുധാഭാവ സമന്വിതാഃ. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. അഹം സർവസ്യ പ്രഭവോ, എവ്രിതിങ് എമിനേറ്റ്സ് ഫ്രം മീ. എല്ലാം എന്നിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ഈ ശ്ലോകം is something else. Okay. അതായത് അഹം സർവസ്യ പ്രഭവോ, എല്ലാം എന്നിൽ നിന്ന് എല്ലാത്തിന്റെ ഉറവിടം ഞാനാകുന്നു. മത്ത സർവം പ്രവർത്തതേ, എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാൻ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യുന്നു. ഇതി മത്വാ ഭജന്തേ മാ, ഇത് മനസ്സിലാക്കിയവൻ ബുധാഭാവ സമന്വിതാഹ, ഉള്ളഴിഞ്ഞ് ആരാധിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് സംബന്ധ. നമ്മൾ എന്താണ് അറിയുന്നത്? ഭഗവാൻ ആണ് എല്ലാത്തിൻ്റെയും ഉറവിടം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മത്ത സർവം പ്രവർത്തതേ, ഭഗവാനെ കുറിച്ചുള്ള തികഞ്ഞ അറിവോടുകൂടി അങ്ങനെ അറിഞ്ഞ ഒരുവനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭജന്തേ മാം, ഭഗവാനെ അല്ലെങ്കിൽ എന്നെ ഭജിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ബുധാഭാവ സമന്വിതാഹ. സോ ഇത് ഏറ്റവും അതാണ് സംബന്ധ എന്ന് പറയുന്ന ശ്ലോകത്തിനെ കുറിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഷഡ്ഗോസ്വാമികൾ നമുക്ക് ഇതിനുള്ള ഈ സംബന്ധ ജ്ഞാനത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. 9-ാമത്തെ ശ്ലോകത്തിൽ ഏതാണ്? സിംറ്റംസ് ഓഫ് പ്യുവർ ഡിവോട്ടീസ് ഓഫ് കൃഷ്ണ. എന്താണ് സിംറ്റംസ് ഓഫ് പ്യുവർ ഡിവോട്ടീസ് ഓഫ് കൃഷ്ണ എന്ന് പറയുന്നത്? ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ അവര് അറിഞ്ഞു കഴിഞ്ഞു ഭഗവാന്റെ കാര്യങ്ങൾ അതിനെ കുറിച്ച്. അത് കഴിയുമ്പോൾ അവര് ഇരുന്ന് ഡിസ്കസ് ചെയ്യുക. എന്താണ്? മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. സോ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരുവനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ വ്യക്തി എന്താ ചെയ്യുന്നത്? എന്റെ ശുദ്ധ ഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എന്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. അവരാ കേട്ട അല്ലെങ്കിൽ അറിഞ്ഞ അല്ലെങ്കിൽ പഠിച്ച കാര്യത്തിനെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. മച്ചിത്ത മദ്ഗത പ്രാണ, അവരുടെ പ്രാണനാണ് ഞാനെന്ന് മനസ്സിലാക്കിയവര്. ബോധയന്ത പരസ്പരം, അവരെപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്റെ കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഥയന്തശ്ച മാം നിത്യം, എല്ലായ്പ്പോഴും എന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തുഷ്യന്തിച്ച രമന്തിച്ച, അതിലവർ ആനന്ദം കൊള്ളുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഈ 6 പേരെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പ്രഭുപാദ് ഭഗവാനെ കുറിച്ച് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. So this great joy that a devotee experiences by glorifying is spiritual bliss beyond the odds. But how does he grasp who is infinite in form, qualities and powers, who gives them the method of realizing? The previous verse describes how the devotees worship, and the next 2 verses describe how Krishna reciprocates with them. ഇതിനുള്ള ബുദ്ധി ഭഗവാൻ തന്നെ തരികയാണ് എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് റിയലൈസ് ചെയ്യണമെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ തന്നെ അത് റിവീൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. സോ നോക്കുക, ഭക്തന്മാര് പല രീതിയിൽ കാണാൻ അവര് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അവർ എവിടെ വെച്ച് കണ്ടാലും ഭക്തന്മാർ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഭഗവാന്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച്
അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയുടെ ചില ആചാര്യന്മാരാണിത്. ഈ മഹാരാജിന്റെ പേരാണ് ലോക്നാഥ് സ്വാമി മഹാരാജ്. ഈ സന്യാസിയുടെ പേരാണ് ഭക്തിചാരു സ്വാമി മഹാരാജ്. ഇത് ഹിസ് ഹോൾനെസ് ജയപതാക സ്വാമി ഗുരു മഹാരാജ്. ഇത് ഹിസ് ഹോൾനെസ് രാധാനാഥ സ്വാമി മഹാരാജ്. ഇത് ജനനിവാസ് പ്രഭു എന്ന് പറയുന്ന പ്രഭുവാണ്. ഈ പ്രഭുവിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ജസ്റ്റ് ഒരു കാണിച്ചു മാത്രം. സോ തുഷ്യന്തി ച രമന്തി ച, they are very blissful, they are so happily discussing. ഓക്കെ, എത്ര മനോഹരമായിട്ടാണ് ഇവര് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നത്. അഹോ ബക്കീയം സ്ഥനകാലകൂടം, ഐ കാൻ ഫൈൻഡ് മോർ മെർസിഫുൾ ലോർഡ് അതർ ദാൻ കൃഷ്ണ. Lakhs of lives transformed till now. I really wonder seeing Lord's mercy. Lord Chaitanya is the most magnanimous incarnation of Krishna. He sent his Senapati Bhakta into our lives. I was also unable to come out of Darshana easily. Radha Madhava is so beautiful, enchanting. Hare Krishna. So this is a blissful, അല്ലെങ്കിൽ ഇതൊരു ഒരു ആനന്ദപ്രദായകമായ ഡിസ്കഷൻസ് ആണ്. ഇതാണ് ബോധയന്ത പരസ്പരം തുഷ്യന്തി ച രമന്തി ച. So now we go to Krishna, the 10th shloka of the 10th chapter. Tesham satata yuktanam bhajadam preeti purvakam dadami buddhi yogam tam yenamam upayantite. ഭഗവാൻ എങ്ങനെയാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ കണ്ടു, മുമ്പ് പറഞ്ഞു, ഭഗവാനും ഭക്തനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ മനസ്സിലാക്കി, അവരത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു ജീവിതത്തിൽ. അവരത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സോ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്കത് മനസ്സിലാകണമെന്നില്ല. എങ്ങനെയാണ് ഭഗവാൻ അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്? ദദാമി ബുദ്ധി യോഗം തം, he gives intelligence to understand the law. തേഷാം സതത യുക്താനാം ഭജതാം പ്രീതി പൂർവകം. ഭഗവാന് സന്തോഷം വരത്തക്കവണ്ണം നമ്മൾ ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി സേവനം അനുഷ്ഠിക്കുമ്പോൾ he gives intelligence so that we are able to understand the Lord. പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും. അതാണ് ദദാമി ബുദ്ധി യോഗം തം. ഇതാണ് നമുക്കുണ്ടാകുന്ന പ്രയോജനം, നമുക്കുണ്ടാകുന്ന ബെനഫിറ്റ്. ഇതാണ് നമ്മുടെ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമ്മൾ എത്ര ശ്രമിച്ചോളൂ, വി വിൽ നെവർ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഒരിക്കലും നമ്മുടെ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ശാസ്ത്രത്തിൽ അത് തന്നെ പറയുന്നുണ്ട്, ന ഗ്രാഹ്യേത് ബാഹ്യമിന്ദ്രിയൈ സേവോന്മുഖേത് ജിഹ്വാദോ സ്വയമേവ സ്ഫുരതി. അത ശ്രീകൃഷ്ണ നാമാതി ന ഗ്രാഹ്യേത് ബാഹ്യമിന്ദ്രിയൈ. പുറമേയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതാണ് ഭഗവാന്റെ നാമത്തിന്റെ മഹിമകൾ. അതെങ്ങനെയാണ്? സ്വയം ഏവ സ്ഫുരത്യത, ഹൃദയത്തിൽ നിന്ന് സ്വയം ഉദ്ഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഭഗവാനാണ് നമുക്ക് ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തിതേ, സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് മീ, അല്ലെങ്കിൽ അവന് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഹൗ കൃഷ്ണ ഗീവ്സ് ബുദ്ധി? എങ്ങനെയാ ഭഗവാൻ ഈ ബുദ്ധി നൽകിയത്? ദദാമി ബുദ്ധിയോഗം തം. ഹൗ കൃഷ്ണ ഗീവ്സ് ബുദ്ധി? Krishna mercifully destroys ignorance. Tesham evanukampartham aham ajnanajam tamaha aham ajnanajam tamaha nashayamya atmabhavastho jnanadeepena bhaswata. Tesham eva anukampartham. അനുകമ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ബീങ് മെർസിഫുൾ. ഭഗവാന് സ്വയം നമ്മളോട് കൃപ തോന്നിയിട്ട് തേഷാം ഏവ ആനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമി. അജ്ഞാനജം തമഹ നാശയാമി. ഈ അജ്ഞാനമാകുന്ന അന്ധകാരത്തിനെ ഞാൻ നശിപ്പിക്കുന്നു. അഹം ആര്? കൃഷ്ണ. അഹം അജ്ഞാന അജം തമഹ നാശയാമി. ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അങ്ങനെ അജ്ഞാനമാകുന്ന തമസ്സിനെ അല്ലെങ്കിൽ അന്ധകാരത്തിനെ നശിപ്പിച്ചു കഴിയുമ്പോൾ എന്താണ്? ജ്ഞാനദീപേന ഭാസ്വത, വിത്ത് ആൻ ഇഫൾജന്റ് ലൈറ്റ്. എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? ബൈ ഗിവിംഗ്
നോളജ്, ദ ലൈറ്റ് ഓഫ് നോളജ്, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നത് എങ്ങനെ? ജ്ഞാനമാകുന്ന ദീപത്തെ തെളിയിച്ചുകൊണ്ട്. ഹി ലൈറ്റ് ദ ലാമ്പ് ഓഫ് നോളജ് വിത്തിൻ അവർ ഹാർട്ട് സോ ദാറ്റ് ദ ഡാർക്ക്നെസ് ഓഫ് ഇഗ്നോറൻസ് വാനിഷസ്. എല്ലാവർക്കും ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ പോയിന്റ്? ഹരേ കൃഷ്ണ, ഇപ്പോഴത്തെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തന്നെ പ്രഭുജി. മധുജി, ഹരേ കൃഷ്ണ, ഇപ്പൊ പറഞ്ഞത് ഈ ശ്ലോകം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. ഈ ശ്ലോകം വെരി ഗുഡ്, വളരെ ക്ലിയർ പറയാൻ മതി. താങ്ക് യു സോ മച്ച് മധുജി. തേഷാം ഏവാനുകമ്പാർത്ഥം. അനുകമ്പ എന്ന് പറഞ്ഞ എന്താണ്? അനുകമ്പ, ദയ, ദയ. ദയ. വെരി ഗുഡ്. മേഴ്സി, ദയ. ഭഗവാന്റെ അനുകമ്പ കൊണ്ട്, നമ്മളോട് തോന്നുന്ന അനുകമ്പ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മളോട് അനുകമ്പ തോന്നാൻ കാരണം? തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. അങ്ങനെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ, ഗുണഗാനങ്ങൾ നമ്മൾ പാടുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഹി ഗീവ്സ് ഇന്റലിജൻസ്. ഭഗവാൻ നമുക്ക് ബുദ്ധി നൽകുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹി ഫീൽസ് മെഴ്സി അപ്പോൺ us. ഈ പാവം, എന്നെ മനസ്സിലാക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു, ഇവന് ബുദ്ധിയില്ല, പക്ഷെ എന്നാലും അവൻ ശ്രമിക്കുന്നു എന്നെ മനസ്സിലാക്കാൻ. ലെറ്റ് മീ ഗീവ് സം ബുദ്ധി. അപ്പൊ ഞാൻ ഭഗവാൻ നമുക്ക് കുറച്ച് ബുദ്ധി നൽകും. അങ്ങനെ നമ്മൾ കുറച്ച് മനസ്സിലാക്കി നമ്മൾ വീണ്ടും ഭഗവാനെ ഭജിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഭജിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മുഴുവൻ അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉള്ളിലെല്ലാം എന്തിന്റെ അന്ധകാരം? അജ്ഞത കൊണ്ടുള്ള അന്ധകാരം. അജ്ഞത കൊണ്ടുള്ള അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ആ അന്ധകാരത്തിനെ നശിപ്പിക്കണമെങ്കിൽ ഒരു ദീപം തെളിയിച്ചാൽ മതി. ഇവിടെ ഇപ്പൊ റൂമില് നല്ല ലൈറ്റ് കാണുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ടാണ്. നല്ല പ്രകാശമയമായി. പ്രകാശ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അന്ധകാരമാകും. അപ്പൊ അന്ധകാരത്തിന്, പ്രകാശം എവിടെയുണ്ടോ അവിടെ അന്ധകാരത്തിന് സ്ഥാനമില്ല. സോ അങ്ങനെ അന്ധകാരമാകുന്ന, അല്ലെങ്കിൽ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കണമെങ്കിൽ ജ്ഞാനമാകുന്ന ദീപത്തെ തെളിയിക്കണം. അതാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. അത് അഹം അജ്ഞാന അജം തമഹ നാശയാമി. ഭഗവാൻ സ്വയം അഹം എന്ന് പറഞ്ഞ് ഞാൻ അജ്ഞാനജം തമഹ നാശയാമി, അതായത് അജ്ഞാനമാകുന്ന തമസിനെ നശിപ്പിക്കുന്നു. എങ്ങനെ നശിപ്പിക്കുന്നു? ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. ജ്ഞാനമാകുന്ന ദീപത്തിനെ തെളിയിച്ചുകൊണ്ട്. ട്രാൻസ്ലേഷൻ ഞാൻ ഒന്നുകൂടി വായിക്കാം. 11ാമത്തെ ശ്ലോകത്തിന്റെ. അവരിൽ സവിശേഷ ആനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനജന്യമായ തമസിനെ അകറ്റുന്നു. ജ്ഞാനദീപം കൊണ്ട് അജ്ഞാനജന്യമായ, അത് അജ്ഞാനം കൊണ്ട് ജനിച്ച തമസ്. അത് യഥാർത്ഥത്തിൽ തമസ് അല്ല, അത് അജ്ഞാനം കൊണ്ട് ജനിച്ചു വന്നതാണ്. അങ്ങനെയുള്ള തമസിനെ ദീപം തെളിയിച്ച് അകറ്റുന്നു. ക്ലിയർ ആണോ മാതാജി? ഹരേ കൃഷ്ണ. ഹരേ പ്രഭുജി, എന്റെ മനസ്സുപോലെ തന്നെ ഹരേ കൃഷ്ണ. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. സോ നമുക്ക് അത്ര പെട്ടെന്ന് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. ഇറ്റ് ടേക്സ് ടൈം. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അഡീഷണൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് ഉണ്ടോ എന്ന് അറിയേണ്ട ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞതെന്ന് പറയാം, എന്റെ മനസ്സിലെ അജ്ഞാനത്തിന്റെ കാര്യം. അത് മാതാജിയുടെ മാത്രമല്ല മതി. എന്റെ മനസ്സിലുള്ള ഒരുപാട് അജ്ഞാത കൊണ്ടുള്ള അന്ധകാരം നിറഞ്ഞിരിക്കുകയാണ്. കാരണം ആ ജ്ഞാനദീപം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഇപ്പൊ പ്രവർത്തിക്കുന്ന പോലൊന്നും ആയിരിക്കത്തില്ല പ്രവർത്തിക്കുന്നത്. ഭഗവാനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് സതതം കീർത്തയന്തോ മാം. നമുക്കിപ്പോഴും നമുക്ക് ഒരല്പം ലെഷർ ടൈം കിട്ടിയാൽ നമ്മൾ അപ്പം മൊബൈൽ എടുക്കും. നമ്മൾ പല കാര്യങ്ങൾ നോക്കുന്നു, റീൽസ് നോക്കുന്നു, വീഡിയോകൾ നോക്കുന്നു, ന്യൂസ് നോക്കുന്നു, മറ്റെന്തെങ്കിലും വായിക്കുന്നു, ചില സമയത്ത് ഭഗവത്ഗീത വായിക്കുന്നു. സോ ഇറ്റ്സ് ലൈക്ക് ഒരു 50-50 അവിടെയില്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ തേഷാം സതത യുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോ ബന്ധം. അതുണ്ടാവണമെങ്കിൽ എന്താണ് മുമ്പത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്? സതതയുക്താനാം. ഏതാണ് മുമ്പത്തെ ശ്ലോകത്തിൽ നമ്മളത്? തേഷാം സതതയുക്താനാം. യെസ്, ഭജതാം പ്രീതിപൂർവകം. എല്ലായ്പ്പോഴും
എല്ലായ്പ്പോഴും ഭഗവാനെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരം ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് സാധ്യമാകും. സോ ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്. നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരു ജന്മം കൊണ്ടോ പോലും സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും നമ്മൾ ഭൗതികപരമായ അറ്റാച്ച്മെന്റിൽ ഒരുപാട് മുങ്ങിയിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ ആകുമ്പോൾ. സോ അങ്ങനെ മാതാജിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ആ ഒരു പ്രോസസ്സിലാണ് നമ്മൾ വിൽ ഓൾ ടുഗദർ വിൽ ഡു ദാറ്റ്. നമുക്ക് ഒരുമിച്ച് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതിനുള്ള അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള പരിശ്രമം നമുക്ക് നടത്താം. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഹരേ കൃഷ്ണ. സുകോമളവാദി എന്താണ് ചോദിക്കാൻ തുടങ്ങി? പ്രഭു അതിന് ഒന്നുകൂടെ വിശദമാക്കണോന്ന് ചോദിച്ചപ്പോ പിന്നെ പ്രഭു എന്നെ പറഞ്ഞു. അതുകൊണ്ട് ഓക്കെ താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കഷൻ പോയിന്റ് ഉണ്ടോ ഇതില്? സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിൽ ഉള്ള 4 ശ്ലോകങ്ങളാണ് നമ്മളിപ്പം കണ്ടത്. സോ അത് സാധിക്കുമെങ്കിൽ ഭഗവത്ഗീത കയ്യിലുള്ളവരെല്ലാവരും ഒന്നുകൂടി അതൊന്ന് വായിച്ചു നോക്കുക. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സോ നൗ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സെക്ഷൻ ഓഫ് ദിസ് കോഴ്സ് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച്. അപ്പൊ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ഇത് നമുക്ക് ഭഗവാൻ തന്നെ നമുക്ക് അതിനുള്ള തരുന്നു. സോ നോക്കുക. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം. ഭഗവാൻ തന്നെ ഇവിടെ ജ്ഞാനമാകുന്ന ദീപത്തെ തെളിയിക്കുകയാണ് അങ്ങനെ നാമം ജപിക്കുമ്പോൾ. ടു ഷോ ദം സ്പെഷ്യൽ മെർസി ഐ dwelling in their hearts destroy with the shining lamp of knowledge the darkness born of ignorance. ഭഗവാന്റെ നാമം ജപിക്കുന്ന അദ്ദേഹത്തിന് ഉള്ളിൽ ഭഗവാൻ തന്നെ വന്നിട്ട് കംപ്ലീറ്റ് പ്രകാശമയമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. സോ ദ നെക്സ്റ്റ് ലാസ്റ്റ് സെക്ഷൻ ഓഫ് ടുഡേസ് സെക്ഷൻ ഈസ് എവരിവെയർ. അതാണ് വിഭൂതി യോഗം. ഭഗവാന്റെ വിഭൂതിയെ കുറിച്ചിട്ട് ഭഗവാൻ 12 മുതൽ 42 ശ്ലോകം വരെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ അതിനു മുമ്പ് അർജുനൻ ഇവിടെ പറയുകയാണ്, കൺഫേം ചെയ്യുന്നുണ്ട്. എന്താണ് അർജുനൻ കൺഫേം ചെയ്യുന്നത്? ഭഗവാന്റെ പരമപദത്തെ കുറിച്ചിട്ട് അർജുനൻ കൺഫേം ചെയ്യുകയാണ്. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഹുസ്ത്വാം ഋഷയഃ സർവേ ദേവർഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവാബ്രിവീഷിമേ. അർജുനൻ പറയുകയാണ്, ഭഗവാനെ അങ്ങ് പരബ്രഹ്മമാണ്, പരംധാമമാണ് അങ്ങയുടേത്, പവിത്രമാണ് അങ്ങ്, പരമം ആണ് അങ്ങ്, ഭവാനാണ്, പുരുഷമാണ്, ശാശ്വതമാണ്, ദിവ്യമാണ്, ആദിദേവമാണ്, അജമാണ്, വിഭുമാണ്. ഇത് ഇത്രയും കാര്യങ്ങൾ അർജുനൻ പറയുകയാണ്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ഇത് അർജുനന് നമുക്കൊരു പക്ഷെ തോന്നാം, അർജുനൻ ഭഗവാന്റെ സുഹൃത്തായതുകൊണ്ട് അർജുനൻ പറയുന്നതാണോ ഇത്? അതുകൊണ്ട് അർജുനൻ ഒന്നുകൂടെ കൺഫേം ചെയ്യുകയാണ്, ആഹുസ്ത്വാം ഋഷയഃ സർവേ. കൃഷ്ണ, ഇത് ഞാൻ മാത്രമല്ല പറഞ്ഞു. ആഹുസ്ത്വാം ഋഷയഃ സർവേ, എല്ലാ ഋഷിമുനിമാരും ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ആഹുസ്ത്വാം ഋഷയഃ സർവേ ദേവർഷിർ നാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ അബ്രവീഷിമേ. നാരദമുനി, ദേവർഷിയായ നാരദമുനി, അസിതൻ, ദേവലൻ, വ്യാസൻ, ഇവരെ കൂടാതെ അങ്ങ് സ്വയവും ഇത് പറഞ്ഞു. ഭഗവാനെ സ്വയം ചൈവ അബ്രവീഷിമേ, അങ്ങ് സ്വയവും ഇത് തന്നെ പറഞ്ഞതാണ്. ഇത് ഞാൻ അങ്ങയുടെ സുഹൃത്തായതുകൊണ്ട് അങ്ങയെ പൊക്കിപ്പറയുകയല്ല ചെയ്യുന്നത്, ഇത് ഇത്രയും പേര് റീകൺഫേം ചെയ്ത കാര്യമാണ് എന്ന് പറയുന്നു. 14ാമത്തെ ശ്ലോകത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ നമുക്കറിയാൻ ചെയ്തത്, നമ്മൾ എത്രമാത്രം ഭാഗ്യവാന്മാരാണ് എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോ വൺ നോസ് യു, ഒരാൾക്കും ഭഗവാൻ അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നഹിതേ ഭഗവാൻ വ്യക്തിം വിദുർദേവ ന ദാനവാഹ.
അല്ലയോ കൃഷ്ണ, അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അതേപടി സത്യമായി മനസ്സിലാക്കി സ്വീകരിക്കുന്നു. പ്രഭോ, ദേവന്മാർക്കോ ദാനവന്മാർക്കോ അവിടുത്തെ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കാന് ദേവന്മാർക്കോ അസുരന്മാർക്കോ സാധിക്കില്ല. പിന്നെ ആർക്ക് സാധിക്കും? മനുഷ്യർക്ക് സാധിക്കുന്നു. അതാണ് മനുഷ്യഗണങ്ങളുടെ നമ്മളുടെ ഭാഗ്യം എന്ന് പറയുന്നത്. അത് മനുഷ്യർക്ക് സാധിക്കും. ഇവിടെ അടുത്തിൽ പറഞ്ഞ only you know yourself. ദേവന്മാർക്കോ ദാനവന്മാർക്കോ അറിയില്ല. only you know yourself. സ്വയം ഏവാത്മനാത്മാനം വേത്തത്വം. ഭഗവാന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. Arjuna is convinced, but he is thinking about common people. Please tell me more of your opulence. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഹേ പരമോത്തമ, സർവഭൂതങ്ങൾക്കും ഉത്പത്തി സ്ഥാനവും ദേവന്മാർക്ക് ദേവനുമായ ഭഗവാനെ ജഗദീശ്വര, അങ്ങേക്ക് മാത്രമേ അങ്ങയുടെ തന്നെ അന്തരംഗ ശക്തിയിൽ അങ്ങയെ അറിയുവാൻ കഴിയുകയുള്ളൂ. സോ ഇവിടെ ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് അർജുനൻ പറയാണ്, കൃഷ്ണ, ഞങ്ങൾക്ക് കുറച്ച് ഇത് പറഞ്ഞു തരൂ. അർജുനൻ ഇത് കൺവിൻസ്ഡ് ആയി. എങ്ങനെ? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭൂം എന്ന് പറഞ്ഞപ്പോ അർജുനനെ കൺവിൻസ്ഡ് ആയി. അർജുന ഇസ് കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ്. പക്ഷെ ഇത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഈ അർജുനൻ ചോദിക്കുന്നത്. സോ അതോട് ചോദിക്കണം, പ്ലീസ് ടെൽ മീ മോർ ഓഫ് യുവർ ഓപ്പുലൻസസ്. അങ്ങയെക്കുറിച്ച് കൂടുതൽ അങ്ങ് വീണ്ടും പറഞ്ഞു തന്നാലും വക്തം അർഹസ്യ അശേഷേണ. ഈ ലോകങ്ങളിൽ എമ്പാടും വ്യാപിച്ചിരിക്കുന്നു അങ്ങയുടെ ദിവ്യ വിഭൂതികൾ. അവയെക്കുറിച്ച് എനിക്ക് വിശദമായി പറഞ്ഞു തരൂ. അതാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. സോ എന്താണ്? ഹേ യോഗേശ്വരനായ കൃഷ്ണ, അങ്ങയെ ഞാൻ നിരന്തരം ധ്യാനിക്കുകയും അറിയുന്നതും എങ്ങനെ വേണം? അല്ലയോ പരമദിവ്യോത്തമ പുരുഷ, ഏതെല്ലാം രൂപങ്ങളിലാണ് ഞാൻ അങ്ങയെ ഓർക്കേണ്ടത് എന്ന് പറഞ്ഞു തരൂ. അത് വളരെ സ്പഷ്ടമായിട്ട് ചോദിക്കുകയാണ്. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർ അർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. അങ്ങയെപ്പറ്റി കേട്ടിട്ട് എനിക്ക് ഒരിക്കലും മതി വരുന്നില്ല. നമുക്കാണെങ്കിൽ ബോറടിക്കും. എപ്പോഴാണ് ഇതൊന്ന് കഴിയുന്നത്? ഒന്ന് നിർത്തിയിട്ട് വേണം. എത്ര പേർക്ക് ബോറടിക്കുന്നുണ്ട്? ഒന്ന് കൈ ഉയർത്തിയാട്ട്. ഒന്ന് നിർത്തണമെന്ന് ആഗ്രഹം. ഇപ്പൊ എപ്പോഴാണ് നിൽക്കുന്നത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറച്ച് നേരമായി ഒന്ന് നിർത്തിയതെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങാമായിരുന്നു. വിഷുവിന്റെ സദ്യ കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. സോ എനിവേ, ബൈ ദ വേ, എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. സോറി, ഞാൻ തുടക്കത്തിലെ പറയണം വിചാരിച്ചു, വിട്ടുപോയി. എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. സോ ഈ വിഷു സദ്യ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയാണ്. നമുക്കൊന്ന് കിടന്നുറങ്ങിയാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമുക്ക് ബോറടിക്കുന്നത്. പക്ഷെ ഇവിടെ അർജുനൻ പറയുകയാണ്, നോ സാഷിയേഷൻ ഇൻ ഹിയറിംഗ് അബൌട്ട് യു. ഒരിക്കലും എനിക്കത് മടുപ്പ് തോന്നുന്നില്ല. എനിക്കത് വീണ്ടും വീണ്ടും കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് ഭഗവാനെ. സോ ഭഗവാൻ പറയുന്നു, മൈ ഓപ്പുലൻസ് ഈസ് അൺലിമിറ്റഡ്. 19ാമത്തെ ശ്ലോകത്തില് ഭഗവാനോട് തുടങ്ങുകയാണ് ചെയ്യുന്നത് തന്റെ വിഭൂതിയെ കുറിച്ചിട്ട്. ശ്രീ ഭഗവാൻ ഉവാച ഹന്തതേ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയഃ പ്രാധാന്യത കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന, ഭാസുരങ്ങളായ എന്റെ വിഭൂതികളെ പറ്റി ഞാൻ ഇനി പറഞ്ഞു തരാം. പ്രാധാന്യമുള്ളവയെപ്പറ്റി മാത്രം വിസ്തരിക്കുകയാൽ അവയ്ക്ക് അവസാനം ഉണ്ടാവുകയില്ല. വിസ്തരിക്കുകയാണെങ്കിൽ അവയ്ക്ക് അവസാനം ഉണ്ടാവുകയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ടത് മാത്രം നിനക്ക് ഞാൻ പറഞ്ഞുതരാം എന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞിട്ട് തന്റെ വിഭൂതി യോഗം ആരംഭിക്കുകയാണ്. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ. എല്ലാ ഭൂതഗണങ്ങളിൽ, അല്ലെങ്കിൽ ഭൂതം എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതിക പ്രപഞ്ചത്തിലുള്ള ജീവാത്മാക്കളെ ഉദ്ദേശിച്ച് എല്ലാ ജീവനിലും കുടികൊള്ളുന്ന ആത്മാവാകുന്നു ഞാൻ. ഗുഡാകേശ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിനെ കൺട്രോൾ ചെയ്തവനെ എന്നാണ് പറയുന്നത്. അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. ഞാൻ ആദ്യവും മധ്യവും
അവസാനവുമാകുന്നു അർജുന എന്ന് ഭഗവാനോട് പറയുകയാണ് ചെയ്യുന്നത്. ഹേ അർജുന, ജീവജാലങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ് ഞാൻ. അവയുടെ തുടക്കവും മധ്യവും അവസാനവും ഞാനാകുന്നു. ഇതില് ഒരു സമ്മറിയാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണോ അതോ ശ്ലോകം ബൈ ശ്ലോകം നമുക്ക് പോകാം വേണമെങ്കിൽ. ഇത് വേണമെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ, കമ്പ്യൂട്ടർ ആണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കുക, സ്ക്രീൻ സേവർ എടുക്കുക, ഒരു സ്ക്രീൻ ഷോട്ട് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് ഉപയോഗപ്രദമാകും. ഇത് കംപ്ലീറ്റ് ഓരോ ശ്ലോകങ്ങളിലും ഭഗവാൻ എന്താണ് തൻ്റെ വിഭൂതിയെക്കുറിച്ച് ഭഗവാൻ പറയുന്നതിൻ്റെ ഒരു സമ്മറി ഇവിടെ ഉണ്ട്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തോ? എടുത്തു പ്രഭു. ഹരേ കൃഷ്ണ. എടുത്തു. ഓക്കെ, വെരി ഗുഡ് മാതാജി. മാതാജി അത് എടുത്തു എങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. സോ അല്ലെങ്കിൽ വേണ്ട, ഗ്രൂപ്പ് ഷെയർ ചെയ്യേണ്ട, അവരവർ ആവശ്യമുള്ളത് എടുത്താൽ മതി. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് നമുക്കൊരു ഹെൽപ്ഫുൾ ആകും. ഒരു സമ്മറിയാണ് ഇത്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഭഗവാൻ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ കണ്ട ശ്ലോകം, അഹം ആത്മഗുഡാകേശ സർവഭൂതേഷു സ്ഥിതുഃ സർവഭൂത ആശയസ്ഥിതഃ അഹം ആദിശ്ച മധ്യം ച ഭൂതാനാമന്ത ഏവ ച. So I am the super soul, O Arjuna, seated in the hearts of all living entities. I am the beginning, the middle, and the end of all beings. Adityanaham aham Vishnur Jyotisham Reviram Shuman Marichir Marudasmi Nakshatranamaham Sashi. എന്താണ് പറയുന്നത്? ആദിത്യാനാം അഹം വിഷ്ണു. ആദിത്യന്മാരിൽ ഞാൻ സാക്ഷാൽ വിഷ്ണു ആകുന്നു. ജ്യോതിസുകളിൽ ദീപ്തിമത്തായ സൂര്യനും മരുത്തുക്കളിൽ മരീചിയും നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമാണ് ഞാൻ എന്ന് ഭഗവാനോട് കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത്, വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവഃ ഇന്ദ്രിയാണാം മനസ്സാസ്മി ഭൂതാനാമസ്മി ചേതന. വേദങ്ങളിൽ സാമവേദവും ദേവന്മാരിൽ ഇന്ദ്രനും ഇന്ദ്രിയങ്ങളിൽ മനസ്സും ജീവഗണങ്ങളിൽ ജീവചൈതന്യവുമാണ്, അവബോധവുമാണ് ഞാൻ. ഈ ഫോട്ടോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണെന്ന്. ഹരേ കൃഷ്ണ. ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യട്ടെ, ജസ്റ്റ് ഷെയർ ചെയ്യുന്ന സമയത്ത്. The most extraordinary divine golden mountain called Meru. Meru is shaped like an inverted cone, and it is the sporting place for the demigods. Around Meru are many supporting mountains called the most extraordinary divine golden mountain called Meru. ഇവിടെ ഏതാണ്? രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരു ശിഖരിമാണഹം. അതായത് രുദ്രനാണ്, യക്ഷരക്ഷസും, വസൂനാം പാവകശാസ്മി കാറ്റാണ് ഞാൻ വസുക്കളില്, മേരുവാണ് ശിഖരങ്ങളിൽ ഏറ്റവും ഉയർന്നതിൽ ഞാൻ മേരുവാകുന്നു എന്ന് പറയുന്നു. പുരോധതാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീമഹം സ്കന്ദ സരസാമസ്മി സാഗരഃ. ഞാൻ സ്കന്ദനാകുന്നു, ഞാൻ സാഗരമാകുന്നു, പിന്നെ ബൃഹസ്പതിയുമാകുന്നു. ഹരേ കൃഷ്ണ. സോ ഇവിടെ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് പെട്ടെന്ന് പോയെങ്കിൽ നമുക്ക് എടുത്തിടാൻ പറ്റും. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. സോ ഓംകാരമാകുന്നു, മഹർഷികളില് ഭൃഗു ആകുന്നു, ഗിരാമസ്മി അക്ഷരം, പിന്നെ യജ്ഞാനാം ജപയജ്ഞാസ്മി ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതാകുന്നു,
പിന്നെ സ്ഥാവരങ്ങളില് ഹിമാലയമാകുന്നു എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. 26-ാമത്തെ ശ്ലോകത്തിൽ അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി. അതായത് വൃക്ഷങ്ങളിൽ ഞാൻ അശ്വത്ഥമാകുന്നു, ദേവർഷികളിൽ ഞാൻ നാരദനാകുന്നു, ഗന്ധർവന്മാരില് ചിത്രരഥനാകുന്നു, സിദ്ധന്മാരില് കപിലമുനിയാകുന്നു എന്ന് പറയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഉച്ചൈശ്രവമശ അസമശ്വാനാം വിദ്ധിമാമൃതമുദോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. അതായത് അശ്വങ്ങളിൽ ഞാൻ ഉച്ചശ്രവസ് അമൃതം നേടാനായി കലക്കപ്പെട്ട സമുദ്രത്തിൽ പിറന്ന കുതിര ആണ്. ആനകളിൽ ഇന്ദ്രവാഹനമായ ഐരാവതവും മനുഷ്യരിൽ രാജാവുമാണ് ഞാൻ എന്ന് ഭഗവാനോട് പറയുകയാണ്. സോ ഓരോ കാറ്റഗറിയിലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഓരോ കാറ്റഗറിയിലും അതിൽ ഏറ്റവും ടോപ്പിൽ എന്താണോ അത് ഭഗവാനാകുന്നു എന്നിവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ആയുധാനാമഹം വജ്രം ധേനുനാമസ്മി കാമദുഃഖ് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി. ആയുധങ്ങളിൽ വെച്ച വജ്രവും അതായത് ഇടിമിന്നലും, പശുക്കളിൽ സുരഭിയും, ജനനഹേതുക്കളിൽ കാമദേവനും, സർപ്പങ്ങളിൽ വാസുകിയും ഞാൻ തന്നെ. സോ അതെല്ലാം ഓരോന്നിനും ടോപ്പ് അതാണെന്ന് പറയുന്നു. അനന്തച്ഛാസ്മി നാഗാനാം വരുണോ യാതസാമഹം പിതൃണാമര്യമഹാചാസ്മി യമ സംയമതാമഹം. അനേക മണങ്ങളോട് കൂടിയ നാഗങ്ങളിൽ അനന്തനാണ് ഞാൻ, ജലജീവികളിൽ വരുണൻ, പിതൃക്കളിൽ ആര്യമാവ്, ശിക്ഷകരിൽ മൃത്യു ദേവതയായ യമനും ഞാൻ ഭഗവാനാകുന്നു പറയുന്നു. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയാതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. ദൈത്യന്മാരിൽ ഞാൻ പ്രഹ്ലാദനാണ്, കീഴ്പ്പെടുത്തുന്നവരിൽ കാലം, വന്യമൃഗങ്ങളിൽ സിംഹം, പക്ഷികളിൽ ഗരുഡനും. പവനപവദാസ്മി രാമശസ്ത്രാഭൃതാമഹം സഷാണാം മകരശ്ചാസ്മി ശ്രോതസാമസ്മി ജാഹ്നവി. ജലജന്തുക്കളിൽ വെച്ച് വലിപ്പം കൂടിയതും മനുഷ്യർക്ക് ആപത്കരവുമത്രേ ശ്രാവ്. ഇതും കൃഷ്ണന്റെ പ്രതിനിധി തന്നെ. സർഗാണാമാദിരശ്ച അന്തശ്ച മധ്യം ചൈവാം അഹമർജുന അധ്യാത്മവിദ്യാനാം വാദപ്രവദയാതാമഹം. സൃഷ്ടിയുടെ ആദിമധ്യ അവസാനങ്ങൾ ഞാൻ തന്നെ. അർജുന, ശാസ്ത്രങ്ങളിൽ ആധ്യാത്മ ശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയ സത്യവുമാണ് ഞാൻ. അക്ഷരാണാമ അകാരോസ്മി ദ്വന്ദ്വ സാമാസികസ്യ ച അഹമേവാക്ഷയ കാലോ ധാതാഹം വിശ്വതോമുഖ. സോ എല്ലാത്തിനും ഭഗവാനാണ് അകാരം താനാണെന്ന് പറയുന്നു. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വ സമാസവുമാണ് ഞാൻ. അവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തി ശ്രീർ വാക്ച നാരീണാം സമൃദ്ധ മാധോ മേധാധി ധൃതി ക്ഷമാ. സർവസംഹാരിയായ മരണവും ഭാവിയുടെ ഉദ്ഭവസ്ഥാനവും സ്ത്രീകളിൽ യശസ്, ഭാഗ്യം, സുന്ദരഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ എന്നിവയും ഞാനാണ്. ഇത് പെട്ടെന്ന് വായിച്ചു പോകേണ്ടതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. ബൃഹത്സാമാസ്തഥാസ്മാനം അസാംനാം ഗായത്രീ ഛന്ദസാമഹം ആസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകര. സാമവേദ സൂക്തങ്ങളിൽ ബൃഹത് സാമവും ഛന്ദസ്സുകളിൽ വെച്ച് ഗായത്രി മന്ത്രവും
മാസങ്ങളിൽ മാർഗശീർഷവും നവംബർ ഡിസംബർ, ഋതുക്കളിൽ വസന്തവുമാണ് ഞാൻ. സോ ഇതിലെ ഓരോന്നിലും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണ് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ശ്ലോകം 36. ദ്യൂതം ചലയദാസ്മസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വമതാമഹം. വഞ്ചകരുടെ ചൂതുകളിയും തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. ജയവും സതുദ്യമവും ശക്തരുടെ കരുത്തും ഞാൻ തന്നെ. സോ എല്ലാത്തിനും ഏറ്റവും ടോപ്പ് ഭഗവാൻ തന്നെയാണ്. വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയ മുനീനാം അപ്യഹം വ്യാസ കവീനാം ഉശനാ കവി. വൃഷ്ണികുലത്തിൽ വാസുദേവനും പാണ്ഡവരിൽ അർജുനനും മുനികളിൽ വ്യാസനും ചിന്തകരിൽ ഉശനാകവിയുമാണ് ഞാൻ. ദണ്ഡോ ദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. നിയമരാഹിത്യങ്ങളെ അടിച്ചമർത്താനുള്ള പദ്ധതികളിൽ ദണ്ഡം, അതായത് ശിക്ഷ, വിജയം കാക്ഷിക്കുന്നവരുടെ നീതി എന്നിവയും ഗോപ്യങ്ങളിൽ മൗനവും ജ്ഞാനികളുടെ ജ്ഞാനവും ഞാനാകുന്നു. യച്ഛാമി സർവഭൂതാനാം അർജുന ന തദസ്തി വിനായസ്യാം ഞാൻ അന്മായ ഭൂതം ചരാചരം. അല്ലയോ അർജുന, സർവഭൂതങ്ങളുടെയും ആദി ബീജമാണ് ഞാൻ. എന്റെ കൂടാതെ ചരാചരങ്ങളിൽ ഒന്നും നിലനിൽക്കില്ല. ഓരോ തരത്തിലുള്ള ജീവികളില് ഇതിലെല്ലാം ഭഗവാന്റെ ജീവൻ ഉൾക്കൊള്ളുന്നു. എത്ര തരത്തിലുള്ള ജീവജാലങ്ങളാണുള്ളത്? എത്രയോ തരത്തിലുള്ള ജീവജാലങ്ങള്. അതിലെല്ലാത്തിലും ഭഗവാൻ ആയിട്ടുള്ള ജീവാത്മാവും പരമാത്മാവും കുടികൊള്ളുന്നു. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ 84 ലക്ഷം തരത്തിലുള്ള ജീവരാശികള് നമുക്കിവിടെ ഉത്പന്നമാകാൻ സാധിക്കുകയുള്ളൂ. എല്ലാം തരത്തിലുള്ള ജീവജാലങ്ങളാണ്. നമ്മൾ കാണാത്ത എത്രയോ തരത്തിലുള്ള ജീവജാലങ്ങളുണ്ടല്ലേ? സോ ഭഗവാൻ പറയാണ്, നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരം തപ യേശ ദുദ്ദേശത പ്രോക്തോ വിഭൂതേർ വിസ്തരോ മയാ. ശത്രുക്കളെ ജയിക്കുന്നവനെ എന്റെ ദിവ്യ വിഭൂതികൾക്ക് അവസാനമില്ല. ഞാൻ പറഞ്ഞതാകട്ടെ എന്റെ അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രമാണ്. ഹാവിംഗ് എക്സ്പ്ലെയിൻഡ് ഹിസ് വിഭൂതീസ് individually, Lord Krishna will now speak of them as a whole. ഇനിയും എന്താണ് അതിന്റെ ഒരു സംക്ഷിപ്തമായിട്ട് ഭഗവാൻ ഒരു കാര്യം പറയുകയാണ്. എ സ്പാർക്ക് കൃഷ്ണാസ് ഓഫ് സ്പ്ലെൻഡർ. അതായത് ചെറിയൊരു വിഭൂതികളുടെ ഒരു അംശം മാത്രമാണ്. വിഭൂതിമത്വം സുന്ദരവും തേജസ്വറ്റതുമായ ഏതൊരു സൃഷ്ടിയും എന്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്ന് ഉദ്ഭവിച്ചു തന്നെ എന്ന് മനസ്സിലാക്കുക. സോ എന്തൊക്കെയാണെന്ന് നിങ്ങളിവിടെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാലും എന്റെ ഒരു തേജസ്സിന്റെ ഒരു അംശത്തിൽ നിന്ന് മാത്രമാണ് അത് ഉദ്ഭവിച്ചത് എന്ന് മനസ്സിലാക്കണം. അഥവാ ബഹൂനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്ത്. അല്ലെങ്കിൽ അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തു വേണം? എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. അതിൽ കൂടുതൽ എന്ത് വേണം? സോ അല്ലെങ്കിൽ അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തു വേണം? എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ, വിത്ത് എ സിംഗിൾ ഫ്രാഗ്മെന്റ് ഓഫ് മൈസെൽഫ് ഐ പെർവേഡ് ആൻഡ് സപ്പോർട്ട് ദിസ് എൻറ്റയർ യൂണിവേഴ്സ്. ഈ സർവപ്രപഞ്ചവും നിലനിൽക്കുന്നത് എന്റെ ഒരു അംശത്തിന്റെ ശക്തിയാലാണ്. അതായത് ഭഗവാന്റെ ആ മായ എന്ന് പറയുന്ന ശക്തിയുടെ
അതിൽ ഒരു അംശം കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്ന് ഭഗവാനോട് പറയുകയാണ് ചെയ്യുന്നത്. സോ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ഈ സി എന്ന് പറയുന്ന 3 ഇത് ലെറ്റേഴ്സ് ഉള്ള അക്രോണിമാണ്. സോഴ്സ് ഓഫ് എവറിഥിങ്, എസെൻസ് ഓഫ് ഗീത ആൻഡ് എവ്രിവെയർ. സോ നമ്മൾക്ക് ഇന്ന് നേരത്തെ നമ്മൾ തീർക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ നാളെ ഈ അടുത്ത അധ്യായം 11ാമത്തെ അധ്യായമായ വിശ്വരൂപം എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ വീണ്ടും അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ജോയിൻ ചെയ്ത് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. സർപ്പത്തിൽ വാസുകിയും നാഗത്തിൽ അനന്തവും എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്കതൊന്നും കിട്ടിയില്ല ഉത്തരം. ഇത് 2 എണ്ണം അല്ലേ? ഡിഫറൻസ് എന്താണെന്നുള്ളത് നാഗവും അതിന് എന്താണ് ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് മാധവ്. ഞാനത് നാളെ പറഞ്ഞുതരാം. എനിക്കത് ഇപ്പൊ പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിവിടെ പറഞ്ഞു തന്നതാണ് പ്രഭുജി, പറഞ്ഞു തന്നതായിരുന്നു. അതെ, എനിക്കത് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഞാൻ നാളെ ഇത് പറഞ്ഞുതരാം. അത് നാളത്തെ ക്ലാസ് മാതിരി ഞാൻ ഓർമ്മിപ്പിക്കും. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എനിക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അതിന്റെ അർത്ഥ ഡിഫറൻസ് എന്താണ്. ഹരേ കൃഷ്ണ. വേറെ ആർക്കും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഭഗവാൻ ഇപ്പോ പറഞ്ഞ ഒരു വിഭൂതികൾ നമുക്കിങ്ങനെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കിങ്ങനെ സാധിക്കും. ബ്രോ, വോയിസ് അത്ര ക്ലിയർ അല്ല. ഒന്നുകൂടെ ഒന്ന് മൈക്രോഫോൺ അടുത്ത് വെച്ച് സംസാരിക്കാമോ? ഇച്ചിലൂടെ ഒന്ന് ക്ലിയർ ആവുന്നില്ല. ഭഗവാൻ ഇപ്പോൾ പറഞ്ഞ വിഭൂതികള് ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ, ഭഗവാൻ ഇതേപോലുള്ള വിഭൂതി വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വേറെ ഏതെങ്കിലും ശാസ്ത്രത്തിലോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, വെരി ഗുഡ്. പ്രഭുവിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഭഗവാൻ തന്നെ ഇത്രയും വിഭൂതികൾ പറഞ്ഞതിന് ശേഷം ഭഗവാൻ തന്നെ അർജുനോട് ചോദിക്കുകയാണ്, ഇതിനേക്കാൾ വിഭൂതികൾ അറിഞ്ഞിട്ട് എന്ത് നേടാനാണ് അർജുന എന്നൊരു ചോദ്യം ഭഗവാൻ തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് മനസ്സിലായത് പ്രഭു, നമുക്ക് ഇച്ചിലൂടെ ഒന്നുകൂടി നമുക്ക് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ജീവിക്കുന്ന പ്രപഞ്ചം, അതായത് ഇപ്പോഴത്തെ ഒരു റീസെന്റ് ഡെവലപ്മെന്റ് അനുസരിച്ച് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിലും പറയുകയും ചെയ്തതാണ്, ചന്ദ്രനിലേക്കുള്ള മനുഷ്യരുടെ യാത്ര. മനുഷ്യർ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പോയിട്ടുണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്നു. പോയിട്ടുണ്ടാവാം, അതല്ല ഇപ്പം അടുത്ത് വരെ പോയിട്ട് കറങ്ങിയിട്ട് തിരിച്ചു വന്നു. ഇനി മനുഷ്യനെ അവിടെ ലാൻഡ് ചെയ്യിക്കുമെന്ന് നാസ ക്ലെയിം ചെയ്യുന്നു. സോ നമ്മള് ഈ പ്രപഞ്ചത്തിനെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു പേരുണ്ട്, ഡിസ്കവറി. ഡിസ്കവറി എന്നൊരു പേര്. എന്താണ് ഡിസ്കവറിയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണോ? എന്തൊന്ന് ഇവിടെ ഉണ്ടോ അതിനെ കണ്ടുപിടിക്കുക മാത്രമാണ് ചെയ്തത്. മലയാളത്തിൽ നമ്മൾ പറയുന്നത് കണ്ടുപിടുത്തം എന്നാണ് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചു. പക്ഷേ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടെ സൃഷ്ടിച്ച ഭഗവാനെ നമ്മൾ മറക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു വിഭൂതിയാണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന പ്രപഞ്ചത്തില് 9 ഗ്രഹങ്ങളുണ്ട് എന്ന് നമ്മൾ ആദ്യം പഠിച്ചു. ഇപ്പോഴത്തെ സയൻസ് കുട്ടികൾ പഠിക്കുന്ന 8 ഗ്രഹങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ നമ്മുടെ അസ്ട്രോളജി പ്രകാരം 9 ഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 9 ഗ്രഹങ്ങൾ അതിന്റെ എക്സാക്ട് സ്ഥലത്ത് നിൽക്കുന്നു. ആ എക്സാക്ട് സ്ഥലത്ത് നിന്നുകൊണ്ട് അതിന്റെ ഓർബിറ്റിൽ അത് സ്വയം കറങ്ങുകയും അത് ഓർബിറ്റിൽ സൂര്യനെ വലം വെക്കുകയും അത് സ്വയം കറങ്ങുകയും ചെയ്യുന്നു. ഓരോ ഗ്രഹങ്ങൾക്കും
അതിൻ്റെതായ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിന്റെ വലിപ്പം, അതിന്റെ ചെറുപ്പം അനുസരിച്ച് ഉപഗ്രഹങ്ങൾ ഉണ്ട്. ഭൂമിയുടെ വലിപ്പം അനുസരിച്ച് ഭൂമിക്ക് ഒരു ഉപഗ്രഹമേ ഉള്ളൂ, മൂൺ. മറ്റൊരു ഇത് മാർസ് അല്ല, വ്യാഴത്തിനകത്തൊന്നും 2 ചന്ദ്രന്മാരുണ്ട് ഉപഗ്രഹങ്ങളായിട്ട്. വലിപ്പവും ചെറുപ്പവും അനുസരിച്ച് അതിന്റെ ഗ്രഹങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ശനിക്കാണെങ്കിൽ ഒരു എക്സ്ട്രാ റൗണ്ട് അതിന്റെ പ്ലാനറ്റിനുണ്ട്. മാർസ് എന്ന് പറയുന്നത് ചുവന്ന പ്ലാനറ്റാണ്, ചുവന്ന കളറാണ് അതിനുള്ളത്. അതില് സ്വയം പ്രകാശം നൽകുന്നത് സൂര്യൻ മാത്രമാണ്. സൂര്യനിൽ നിന്ന് ചന്ദ്രൻ പ്രകാശം ആഗിരണം ചെയ്തിട്ട് രാത്രിയിൽ പുറപ്പെടുവിക്കുന്നു. ഈ ഓർബിറ്റിൽ തന്നെ ഒരു അണുകിട വ്യത്യാസം വരാതെ അത് അതേ സ്ഥലത്ത് തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു അല്പം, അതായത് ഈവൻ ഒരു മില്ലിമീറ്റർ ഒരു ഭാഗത്തൊന്ന് മാറിയാൽ അടുത്ത റൗണ്ട് വരുമ്പോഴത്തേക്ക് അത് കിലോമീറ്റർ കണക്കിന് വ്യത്യാസം ഉണ്ടാവുന്നു. അതിലൊരു വ്യത്യാസം വരാതെ അതേ ഓർബിറ്റിൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂര്യന്റെ അടുത്തേക്ക് ഒരല്പം നീങ്ങിയാൽ കരിഞ്ഞു പോകും, സൂര്യനിൽ നിന്ന് അല്പം ദൂരേക്ക് പോയാൽ തണുത്തുറഞ്ഞു പോകും. പിന്നീട് പറയുകയാണെങ്കിൽ 67,000 കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി സഞ്ചരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുമോ അത്? നമ്മളിവിടെ അത് ഫീൽ ചെയ്യുന്നത്, അതായത് ഒരു 40 കിലോമീറ്റർ 50 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിച്ചാൽ നമുക്ക് എത്രയോ സ്പീഡായിട്ട് തോന്നുന്നു അല്ലേ? നമുക്ക് ഐ എം ഗോയിങ് എ വെരി ബിഗ് സ്പീഡ്. 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിച്ച് നമുക്ക് ഇവിടെ ചിന്തിക്കാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ, ഭാരതത്തിൽ, വെളിദേശങ്ങളിലാണ് 100-150 കിലോമീറ്റർ ഒക്കെ ഓടിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഇവിടെ ഭാരതത്തെ സംബന്ധിച്ചോളം നമുക്ക് അത്രയും കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര സ്പീഡായിട്ട് തോന്നും. അപ്പൊ ആ സ്പീഡിൽ പോകുന്ന വണ്ടി തന്നെ എത്രയോ സ്പീഡാണെന്ന് നമുക്ക് അനുഭവപ്പെടുന്നു. ആക്സിഡന്റിന് ഭയങ്കര ചാൻസ് വർദ്ധിക്കുന്നു. അങ്ങനെയെങ്കിൽ 67,000 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഭൂമി, സൂര്യനെ വലം വയ്ക്കാനായിട്ട് സഞ്ചരിക്കുന്ന ആ ഭൂമിയുടെ ആ വേഗത്തെ ഒന്ന് നമുക്കൊന്ന് ആലോചിക്കാൻ സാധിക്കുമോ? ഭൂമി ഒരു സെക്കൻഡിലത്തേക്കൊന്ന് നിന്നാൽ, അതായത് അതിന്റെ ഭ്രമണം, സൂര്യനെ ഭ്രമണം വെക്കുന്നതിൽ നിന്ന് ഒന്ന് സ്റ്റോപ്പ് ആയാൽ നമ്മളൊക്കെ തെറിച്ചെവിടെയോ പോകും. അപ്പോ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രമാത്രം ശക്തവത്താണെന്ന് ആലോചിച്ച്. ഇത്രയും സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴും നമ്മൾ പിടിച്ചു നിർത്തുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഈവൻ സ്ലീപ്പർ ബസ് ആണെങ്കിൽ പോലും നമുക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം ആ സ്പീഡ് സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നു. പിന്നെ ഒന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ചെയ്ത് ബ്രേക്ക് പിടിച്ച് ബ്രഹ്മത്തിന് മുമ്പോട്ട് പോകുന്നു, അതിന് സ്പീഡ് എടുക്കുമ്പോൾ നമ്മൾ പുറകോട്ട് പോകുന്നു. ഇതൊന്നും നമ്മൾ ഈ ഭൂമിയിലേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഭൂമി സഞ്ചരിക്കുന്നത്, ഒരു ബസ് പോകുന്നത് 60 കിലോമീറ്റർ 30 കിലോമീറ്റർ 40 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഒരു ബസ് പോകുന്നതെങ്കിൽ നമുക്ക് ഇത്രയും ഡിസ്റ്റർബൻസ് ബസ്സിലിരിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ, ഈ 67,000 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഭൂമിയിലിരിക്കുമ്പോൾ നമുക്കതൊന്നും അനുഭവപ്പെടുന്നില്ല. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഈ സിസ്റ്റംസും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അലൈൻമെന്റ്സും കാര്യങ്ങളുടെ സ്ഥിതിയും അതിൻ്റെതായ പൊസിഷൻസ് കൊടുത്ത് ആ സൃഷ്ടിച്ച ഭഗവാന്റെ വിഭൂതി ഒന്നാലോചിച്ചേ. രാഖിൽ പ്രഭു ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ തോന്നുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? റിലേറ്റ് ചെയ്യാൻ പ്രഭുജി പറ്റുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എത്രത്തോളം മനസ്സിലായെന്ന് അറിയില്ല, എന്നാലും അതൊരു ഇൻട്രസ്റ്റ് മനസ്സിലാകുന്ന പോലെ തോന്നുന്നുണ്ട്. അല്ല, എനിക്കും മനസ്സിലാവുന്ന തോന്നുന്നു. ഞാൻ ഈ പറയുന്നെങ്കിലും എനിക്കും ഇപ്പൊ അർജുനൻ തന്നെ ഭഗവാനോട് പറഞ്ഞില്ലേ, ദേവന്മാർക്കോ അസുരന്മാർക്കോ സാധിക്കത്തില്ല, ഓൺലി യുവർ സെൽഫ് നോ അബൌട്ട് യു എന്ന ഭഗവാനോട് പറഞ്ഞു. അതായത് നിനക്ക് മാത്രമേ ഭഗവാനെ അങ്ങയെക്കുറിച്ച് അറിയത്തുള്ളൂ എന്ന് അർജുനൻ തന്നെ ഭഗവാനോട് പറയുന്നുണ്ട്. നമുക്കറിയാൻ ശ്രമിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഞാൻ അതുപോലെ പറയുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ്, മണ്ണ്. നമ്മുടെ മുറ്റത്തുള്ള മണ്ണ് ഏതാണ്ട് ഒരേപോലെയുള്ള മണ്ണാണ്. പക്ഷെ നമ്മളൊരു 10 ചെടികൾ നടുകയാണ് എങ്കിൽ ആ 10 ചെടികളുടെ വിത്തോ അല്ലെങ്കിൽ കമ്പോ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ, കപ്പയുടെ തണ്ട് നട്ടാൽ നമുക്കതിൽ നിന്ന് കിഴങ്ങ് കിട്ടും. ചേമ്പാണ് അവിടെ നടുന്നതെങ്കിൽ കിട്ടുന്ന ഫ്രൂട്ട് വേറെയാണ്. ചേനയാണ് നടുന്നതെങ്കിൽ കിട്ടുന്ന ഫ്രൂട്ട് വേറെയാണ്. റോസാച്ചെടിയാണ് നടുന്നതെങ്കിൽ അതിൻ്റെ വരുന്ന പുഷ്പത്തിന്റെ മണം വേറൊന്നാണ്.
മുല്ലപ്പൂവിന്റെ തണ്ടാണ് നടുന്നതെങ്കിൽ അതിൽ നിന്ന് വരുന്ന പുഷ്പത്തിന്റെ സ്മെല്ല് വേറൊന്നാണ്. ചെമ്പരത്തിയാണ് നടുന്നതെങ്കിൽ അതിൽ നിന്ന് വരുന്ന പുഷ്പത്തിന് മണമില്ല, കളർ വേറൊന്ന്. പ്രഭു, ഇതുപോലെ നമ്മൾ ചിന്തിക്കാൻ നോക്കിയാൽ നമ്മൾ വട്ടായി പോകത്തേ ഉള്ളൂ ഭഗവാന്റെ വിഭൂതിയെ കുറിച്ചിട്ട്. സോ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയല്ല. ഭഗവാന്റെ വിഭൂതി അചിന്ത്യമാണ്, നമ്മൾക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അതുപോലെ തന്നെ ഭഗവാനെ മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കുന്നതിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ഈ സംവാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, ഭഗവാൻ സ്വയം പറയുന്നതനുസരിച്ച് നോക്കിയാൽ ഒരു സാധാരണ വ്യക്തിയെ ഭക്തനാക്കാൻ ഉതകുന്നതായ ആവശ്യത്തിനുള്ള വിഭൂതികൾ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇത്രയും കേട്ടിട്ട് നമുക്ക് ഭഗവാന്റെ കാര്യവുമായിട്ട് കൺവിൻസ് ആകുന്നില്ല എങ്കിൽ ആ വ്യക്തി ഒരിക്കലും ഒരു ഭക്തനാകാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സോ വി ഡോണ്ട് ഹാവ് ടു നോ മച്ച്. ഒരു കാര്യം മാത്രം മതി, ഒരു കാര്യം. ഈ മനുഷ്യൻ എന്ന ശരീരം, ഈ ശരീരത്തിൽ ഓടുന്നത് എത്രമാത്രം വലിയൊരു മെഷീനാണ് ഈ ശരീരം. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരവയവം എടുത്ത് ആ അവയവത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ രാഖിൽ പ്രോട് ചോദിക്കണം, മറ്റുള്ളവർക്ക് അറിയാമായിരിക്കും, ഞാൻ ഇന്ന് പല ക്ലാസ്സുകളിൽ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് കേൾക്കാത്തൊരു ധാരാളം പേരുണ്ടാകും. ഒരുപക്ഷെ ആരെങ്കിലും ഡോക്ടർ ഉണ്ടോ അറിയില്ല. രാവിലത്തെ ക്ലാസ്സിൽ ഡോക്ടർ മാതാജി ഉണ്ട്, ഇതിൽ ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഓടുന്ന ഞരമ്പിന്റെ നീളം രാഖിൽ പ്രോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. രാഖിൽ പ്രോ ഉണ്ടോ ഇവിടെ? ഞാൻ കേട്ടിട്ടുണ്ട്, ഓർമ്മയില്ല എത്ര ഓർമ്മയില്ല. കിലോമീറ്റർ. യെസ്, ഓക്കെ. വേറെ ആർക്കെങ്കിലും അറിയാമോ? പുതിയതായിട്ട് വന്നവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഒരു മനുഷ്യ ശരീരത്തിലുള്ള ഞരമ്പിന്റെ നീളം. ഓക്കെ, പുതുതായിട്ട് വന്ന ഡിവോട്ടീസ് ആരും പറയുന്നില്ല എങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഡിവോട്ടീസ് ആരെങ്കിലും കേട്ടായിട്ട് ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി, ഭൂമിയെ 2 തവണ ചുറ്റുന്നതാണോ? ഓർക്കുന്നില്ല. യെസ്, ഭൂമിയെ 2 തവണ ചുറ്റാനുള്ള നീളം. ഭൂമിയുടെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് അതിന്റെ സൈസ് എന്ന് പറയുന്നത് 48,000 കിലോമീറ്റർ ആണ്. ഭൂമിയെ ഒരു തവണ വലം വെക്കുന്നതിനുള്ള സൈസ് എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് 48,000 കിലോമീറ്റർ. അതിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 96,000 കിലോമീറ്റർ. അത് അപ്രോക്സിമേറ്റ്ലി പറയുന്നതാണ്. ഗൂഗിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1,20,000 കിലോമീറ്റർ നീളമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പ്. ഒരു മനുഷ്യ ശരീരത്തിലെ ഞരമ്പിന്റെ നീളം ഏതാണ്ട് 1,20,000 കിലോമീറ്റർ. പ്രഭുവിന് വിശ്വസിക്കാൻ സാധിക്കുമോ പ്രഭു? ഇല്ല, സാധിക്കുന്നില്ല. ആലോചിക്കുക, ഹൂ ക്രിയേറ്റഡ് ദിസ്? ആരാണ് സൃഷ്ടിച്ചത്? ഞാൻ പറഞ്ഞത് ഒരു ഞരമ്പിനെ കുറിച്ച് മാത്രമാ പറഞ്ഞത്. നമുക്കിന്ന് ലോകത്തില് കണ്ടുപിടിച്ചിരിക്കുന്ന SLR ക്യാമറകളില് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ ക്യാമറ ഏതാണ് അറിയാമോ? കേട്ടുണ്ടോ? എനിക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എനിക്കില്ല. എൻ്റെ അടുത്തുള്ള അപ്ഡേറ്റ് ആണ് 5-6 വർഷം മുമ്പുള്ള SLR ക്യാമറയിൽ SLR ക്യാമറയിൽ ഏതാണ്ട് 12-13 ഫോട്ടോ എടുക്കാൻ സാധിക്കും ഒരു സെക്കൻഡിൽ. പ്രഭുവിന് അതിനെക്കാട്ട് അപ്ഡേറ്റ് ഉണ്ടോ? എനിക്കറിയില്ല. എനിക്കറിയാം, ഒരു ഷോ ഉണ്ടാവും, ഡെഫിനറ്റ്ലി അത് കൂടുതലാവും. പ്രഭുവിനോ അറിയാമോ എത്രയാണ്? അറിയില്ല. ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം പിന്നീട്. നമ്മുടെ ഒരു അപ്ഡേറ്റിന് വേണ്ടി ഞാൻ പിന്നീട് നോക്കിയിട്ടില്ല, അതിനെക്കുറിച്ച് അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു അപ്ഡേറ്റ് 4-5-6 വർഷം മുമ്പ് വരെയുള്ള ക്യാമറ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 11 മുതൽ 13 ഫോട്ടോ ഒരു സെക്കൻഡിൽ എടുക്കാവുന്നതാണ് ലേറ്റസ്റ്റ് ക്യാമറ. നമ്മുടെ കണ്ണുകൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മുടെ കണ്ണുകൾ സ്റ്റിൽ ഫോട്ടോസ് എടുത്തിട്ട് അതിനെ വീഡിയോ ആക്കി നമുക്ക് നമ്മളെ മനസ്സിലാക്കിക്കുകയാണ് ചെയ്യുന്നത്. പഴയ കാലത്തെ ഈ റീൽ സിനിമ ഓർമ്മയുണ്ടോ പ്രഭുവിനെ? പ്രഭു കണ്ടിട്ടുണ്ടോ ഫിലിംസ് പ്രഭുവിന്റെ കൊച്ചിലെ? ഇല്ലേ? അതായത് സ്റ്റിൽ ഫോട്ടോസ് ആണ്. എന്നിട്ട് അതിങ്ങനെ കറക്കും, എന്നിട്ട് അതിങ്ങനെ അത് മൂവ് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ, അല്ലേ? അതുപോലെയാണ് നമ്മുടെ കണ്ണുകൾ ചെയ്യുന്ന പ്രവൃത്തി. നമ്മുടെ കണ്ണ് പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. സ്റ്റിൽ ഫോട്ടോസ് എടുത്തിട്ട് അതിനെ വീഡിയോ ആക്കി കാണിക്കുകയാണ് നമ്മൾ റീൽസ് ഓടിച്ചുകൊണ്ട്.
നമ്മുടെ കണ്ണ് ഒരു സെക്കൻഡിൽ എത്ര ഫോട്ടോ എടുക്കുന്നത് ഉദ്ദേശിക്കാമോ? ലേറ്റസ്റ്റ് ക്യാമറ ഞാൻ പറഞ്ഞ 5-6 വർഷങ്ങൾ മുമ്പുള്ള അപ്ഡേറ്റ് ആണ്. ഇപ്പം അത് കൂടിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും, ഞാൻ അതിനെ ഡിനൈ ചെയ്യുന്നില്ല. പക്ഷെ എനിക്കൊരു അപ്ഡേറ്റ് ഇല്ല. അതിനനുസരിച്ച് പറഞ്ഞാൽ 11 മുതൽ 13 ഫോട്ടോ വരെ ഒരു സെക്കൻഡിൽ എടുക്കുന്നതാണ് ലേറ്റസ്റ്റ് ക്യാമറ എങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡിലെ ഫോട്ടോ എത്രയാണെന്ന് ഉദ്ദേശിക്കാം, ഊഹിക്കാമോ? 3000 ഫോട്ടോസ്. 3000 ഫോട്ടോ ഒരു സെക്കൻഡിൽ നമ്മുടെ കണ്ണുകൾക്ക് എടുക്കാൻ സാധിക്കും. എന്നിട്ട് അതിനെ നമ്മുടെ ബാക്ക് എൻഡിൽ പോയിട്ട് വീഡിയോ ആക്കി നമ്മുടെ ബ്രെയിനിലേക്ക് അയച്ച് അതിനെ മനസ്സിലാക്കി നമ്മൾ വീഡിയോ രൂപത്തിൽ നമ്മൾ കാണുന്നു. ഈ ടെക്നോളജി ലോകത്തിൽ ഉണ്ടാകുമായിരിക്കും ഒരു ദിവസം, ഒരു പക്ഷേ. കാരണം കണ്ണിന്റെ പ്രവർത്തനവുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കി അതിന്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു പക്ഷേ ഉണ്ടാക്കുമായിരിക്കും. അതിനുള്ള ഇന്റലിജൻസ് ഭഗവാൻ കൊടുത്തിട്ടുണ്ടാവും മനുഷ്യന്. പക്ഷേ ഇത് നമുക്ക് ഭഗവാൻ എന്നുണ്ടാക്കി വെച്ചു. ഭഗവാന്റെ വിഭൂതി അല്ലേ പ്രഭു? അതെ അതെ അതെ. നമ്മൾ വേറെ എങ്ങും പോവണ്ട, നമ്മുടെ ഈ ഒരു ശരീരത്തിൽ തന്നെ. ഞാനിപ്പോ പറഞ്ഞപ്പോ ഭഗവാൻ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ശരീരത്തിനെ കുറിച്ച് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാത്രി മുഴുവൻ പറഞ്ഞാൽ തീരത്തില്ല. അത്രയ്ക്ക് കാര്യങ്ങൾ നമ്മുടെ ഈ ശരീരത്തില് ഓരോരോ അവയവങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ. പിന്നീട് ഉള്ള സമയങ്ങൾ എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ഓരോരോ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. സോ ഹോപ്പ് പ്രഭുവിന് ഒന്നുകൂടെ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ഒരുപാട് വിഭൂതികൾ അൺലിമിറ്റഡ് ആണ്, അൺലിമിറ്റഡ്. ഓക്കെ പ്രഭു, ക്ലിയർ ആയി. ഹരേ കൃഷ്ണ. സോ താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു സോ മച്ച്.